പ്ലസ് വൺ ഫിസിക്സ് ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വിക്ക് റിവിഷന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 7 ചാപ്റ്ററുകളുടെ ഷോർട്ട് ആൻസേഴ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം അത് ഓരോന്നും നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓരോന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി വരുന്ന 8 ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ അവിടെ പ്രത്യേകത ആദ്യത്തെ 7 ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിൽ കൂടുതൽ ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്ററുകളിൽ വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ഫോക്കസ് ഏരിയയിൽ വരുന്നുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് അതിന്റെ വെയിറ്റേജ് ഒക്കെ അറിയാം. അതിനനുസരിച്ച് ഓരോ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻസ് വരുന്നതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നന്നായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുമായി റിലേറ്റ് ചെയ്ത് വരാവുന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഇത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. നമ്മൾ 15 ചാപ്റ്ററുകളിലായിട്ട് പഠിച്ച കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇതൊന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതിൽ നിങ്ങളെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയുന്നവർ അങ്ങനെ പഠിക്കാൻ, ഇതൊന്ന് എക്സാമിന് തലേ ദിവസം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ഉപകരിക്കുന്ന രീതിയിൽ വീഡിയോ നിങ്ങൾ കാണുക. എന്തായാലും നമുക്ക് ലാസ്റ്റ് 8 ചാപ്റ്ററിലേക്ക് പോകാം. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ തുടങ്ങി നമുക്ക് വേവ്സ് വരെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. നമുക്ക് ഇനിയോ 8ാമത്തെ ചാപ്റ്റർ ആയ ഗ്രാവിറ്റേഷൻ ഡിസ്കസ് ചെയ്യാം. ഗ്രാവിറ്റേഷൻ വളരെ കുറഞ്ഞ കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് വരുന്നുള്ളൂ. ഒന്നെന്താണ്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ലോ ആണ്. എന്താണ്? 2 വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയാണെന്നുള്ള പറയുന്ന ന്യൂട്ടന്റെ ലോ ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദി ഫോഴ്സ് ബിറ്റ്വീൻ 2 masses is directly proportional to product of their masses and inversely proportional to square of the distance between them. അപ്പൊ ആ ഡെഫിനേഷൻ പഠിച്ചവർ അത് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ റിലേഷൻ എഴുതാം. F is proportional to m1 m2 by r square, അല്ലെങ്കിൽ ഇക്വേഷൻ F is equal to g m1 m2 by r square. G എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് അവിടെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, ഇക്വേഷൻ എഴുതാൻ വരാം. രണ്ടും നമ്മൾ പഠിച്ചു. ദെൻ വെക്ടർ ഫോം ഓഫ് ദിസ് ലോ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചോദിക്കാം. അല്ലെങ്കിൽ അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ, ദിസ് ഫോഴ്സ് ഒബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 2 ബോഡികൾ എടുക്കാം. m1 m2 മാസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. 2 സൈഡിലേക്കും അട്രാക്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ബോഡി രണ്ടാമത്തേനെയും ഒന്നാമത്തേനെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ അട്രാക്ഷൻ നമുക്കറിയാം. അപ്പൊ ഇവിടെ 1ന്റെ മോൾ ഉണ്ടാക്കുന്നതിന് F12 എന്നും 2ന്റെ മോൾ ഉണ്ടാകുന്ന ഫോഴ്സിന് F21 നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F12 നമുക്ക് എന്ത് എഴുതാം? gmm by r square, gm1 m2 by r square. ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ദെൻ അത് എവിടേക്കാ? 1ൽ നിന്ന് 2ലേക്ക്. 1ൽ നിന്ന് 2ലേക്കുള്ള യൂണിറ്റ് വെക്ടർ അതിന്റെ ഡയറക്ഷൻ ആയിട്ട് കാണിച്ചു. നേരെ തിരിച്ച് രണ്ടാമത്തെ ഫോഴ്സ് കാണിച്ചു. F21 equal to gm1 m2 by r square, r21 cap. തിരിച്ചില്ല, 2ൽ നിന്ന് 1ലേക്കാണ് ഈ ഫോഴ്സ്. ഇവിടെ പ്രത്യേകത r12 r21 എന്താണ്? യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, ബട്ട് ഓപ്പോസിറ്റ് ആണ്. ഒന്നും മറ്റൊന്നെങ്കിൽ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഷൻ എത്താം? 2 ഫോഴ്സുകൾക്കിടയിൽ എന്താ ബന്ധം? F12 ഈക്വൽ ടു മൈനസ് ഓഫ് F21. കാരണം രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഡയറക്ഷൻ മാത്രം ഓപ്പോസിറ്റ് ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കൺക്ലൂഷൻ എത്താം, F12 ഈക്വൽ ടു മൈനസ് F21. അപ്പൊ ഇത് നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നത്. എന്താണ് ന്യൂട്ടൺസ് തേർഡ് ലോ? ഫോർ എവരി ആക്ഷൻ there is equal and opposite reaction. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എഴുതാൻ ഇക്വേഷൻ എഴുതാൻ വരാം. ഇത് തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വരാം. അല്ലെങ്കിൽ സിംപ്ലി വെക്ടർ ഫോം എഴുതാൻ പറഞ്ഞാൽ പിക്ചറും ഏതെങ്കിലും ഇക്വേഷൻ വെക്ടർ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ഫോക്കസ് ഏരിയ പോയിന്റ് ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ആക്സലറേഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി, അല്ലെങ്കിൽ ആക്സലറേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് കോൾഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇക്വേഷൻ ഡെറിവേഷൻ വരാം. 2 മാർക്കുകൾ ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് we have the equation F is equal to ma. സെക്കൻഡ് ലോ ഓഫ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. നമ്മൾ യൂണിവേഴ്സൽ ലോയിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ F equal to gmm by r square. ഈ 2 ഇക്വേഷൻ ഫോഴ്സിനെ കുറിച്ചുള്ള ഇക്വേഷൻ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? m ക്ക് പകരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയതുകൊണ്ട് mg എന്ന് എഴുതാം. ദെൻ സെയിം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസുകൾ ക്യാൻസൽ ചെയ്യപ്പെടും. ഫൈനൽ ഇക്വേഷൻ ആയി മാറി g equal to gm by r square. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ആണ് gm by r square. ഓക്കെ, ഇതിൽ സ്മോൾ m ഇല്ല. സ്മോൾ m എന്ന് പറഞ്ഞാൽ ബോഡിയുടെ മാസ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ബോഡി മാസ് കൂടിയ ബോഡികളെയും മാസ് കുറഞ്ഞ ബോഡികളെയും എല്ലാത്തിനും ഒരേ ആക്സലറേഷൻ ആണെന്നുള്ള പ്രൂഫ് കൂടിയായി ഇവിടെ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ കൂടി ചാൻസ് ഉണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി എന്ന് ചോദിച്ചാൽ ഇതേ കാര്യം ചെയ്യാം. ഇതിന് കൺക്ലൂഷൻ കൊടുക്കുക. ഹിയർ the g അല്ലെങ്കിൽ acceleration due to gravity does not depends upon the mass
ഓഫ് ദ ബോഡി. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ ഒക്കെ അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. ദെൻ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പഠിക്കാൻ കഴിയുന്നതായിരുന്നു വാരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് ആൻഡ് ഡെപ്ത്. ഹൈറ്റിനനുസരിച്ച് സർഫസിൽ എർത്തിന്റെ സർഫസിൽ നിന്ന് ഹൈറ്റ് കൂടുന്തോറും ഗ്രാവിറ്റി കുറയുന്നു, ദെൻ ഡെപ്ത് കൂടുന്തോറും ഗ്രാവിറ്റി കുറയുന്നു. ഇങ്ങനെ ഈ കുറവിനെ കാണിക്കുന്ന രണ്ട് ഇക്വേഷൻ ഡെറിവേഷൻസ് ആണ് നമുക്ക് പഠിക്കാനായിരുന്നു. ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ നമുക്ക് ഡെറിവേഷന്റെ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം രണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കാം. നമുക്ക് ഹൈറ്റ് കൂടുന്തോറും ഗ്രാവിറ്റിയിൽ വരുന്ന വ്യത്യാസം എങ്ങനെയാണ്? ജി ഓഫ് പർട്ടിക്കുലർ ഹൈറ്റ് എച്ച് ഈക്വൽ ടു എത്രയാണ്? ജി ഇൻറ്റു 1 മൈനസ് 2h/r. ഈ ജി എന്താണ്? 9.8 ആണ്. സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഏത് ഹൈറ്റിലെയാണോ നമ്മൾ കാണാൻ പോകുന്നത് ആ ഹൈറ്റിലെ ഹൈറ്റ് ആണ് എച്ച്. ആ ഹൈറ്റിലെ ജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആർ എന്ന് പറഞ്ഞാൽ എന്താ? എർത്തിന്റെ റേഡിയസ്. ക്ലിയർ ആണല്ലോ. ഇനി ഡെപ്തിലേക്ക് പോകുന്തോറും എർത്തിന്റെ സർഫസിൽ നിന്നും താഴേക്ക് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അപ്പോഴും കുറയുന്നു നമ്മൾ പഠിച്ചു. എന്താണ്? ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ആർ ഇസ് ദ റേഡിയസ് ഓഫ് എർത്ത്, ഡി ഇസ് ദ ഡെപ്ത്. അല്ലെ, സർഫസിൽ നിന്നും എത്ര താഴേക്ക് പോകുന്നു അതാണ്. ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഡെറിവേഷൻ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ ഒരു ഗ്രാഫിനെ കൂടി അവിടെ ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്. എന്താണ്? എർത്തിന്റെ സെന്ററിൽ നിന്നും പുറത്തേക്ക് പോകുന്തോറും എങ്ങനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാരി ചെയ്യുന്നത്? എർത്തിന്റെ സർഫസിൽ എർത്തിന്റെ സെന്ററിൽ എത്രയാണ്? 0 ആണ്. കാരണം എന്താ? ഇങ്ങനെ കുഴി കുഴിച്ച് പോയി താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡെപ്ത് 6 ആവില്ലേ? അപ്പൊ r/r 1 ആവും. 1 മൈനസ് 1 0. അപ്പൊ ജി ഡി വാല്യൂ 0 ആവും. അതുകൂടി ഓർത്ത് വെക്കുക. The center of earth, the acceleration due to gravity is 0. തെളിയിക്കാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ. ഇക്വേഷൻ എഴുതുക. ഡിയുടെ പകരം 6 കൊടുത്താൽ നമുക്ക് ആൻസർ 0 കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ 0 കിട്ടി. സർഫസിലേക്ക് വരുന്നതോറും ജി കൂടി വന്നു. സർഫസിൽ മാക്സിമം കിട്ടി. അതാണ് gm/r². ദെൻ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോറും എന്ത് ചെയ്യും? കുറഞ്ഞു വന്നു. അപ്പോ നോക്കൂ, ഇത് ലീനിയർ ഇൻക്രീസ് ആണ്, ദെൻ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണ്. അപ്പൊ ഈ ഗ്രാഫ് ആണ് ഇത് എർത്തിന്റെ സെന്ററിൽ നിന്നും സർഫസ് വരെ കൂടി വരുന്നു. സർഫസിന് പുറത്തേക്ക് പോകുമ്പോൾ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ഉണ്ടാവുന്നു. അപ്പൊ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. ബാക്കി ഡെറിവേഷൻ ആണ് നമുക്ക് പിന്നീട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നമുക്ക് ഈ 9ാമത്തെ ചാപ്റ്റർ ആയ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിച്ച എന്തൊക്കെയായിരുന്നു? ഡീഫോമിംഗ് ഫോഴ്സ് ആൻഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഒരു ബോഡിയുടെ ഷേപ്പോ അല്ലെങ്കിൽ വോളിയോ ലെങ്ത് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ഫോഴ്സിനെ നമ്മൾ വിളിച്ച പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. ആ സമയത്ത് ആ ബോഡിയുടെ ഡെവലപ്പ് ചെയ്യുന്ന ഓപ്പോസിംഗ് ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. എ ഫോഴ്സ് വിച്ച് ഡിഫോംസ് എ ബോഡി ഈസ് നോൺ ആസ് ഡിഫോമിംഗ് ഫോഴ്സ്. നമ്മൾ എത്ര പഠിച്ചാൽ മതി? ബോഡിയെ ഡിഫോം ചെയ്യിക്കുന്ന ഫോഴ്സ്. ഓക്കെ, ദ റീസ്റ്റോറിംഗ് ഫോഴ്സ്, the opposing force developed inside a body against the deforming force is called restoring force. Clear ആണല്ലോ. ആ ഡിഫോമിംഗ് ഫോഴ്സിനെതിരായി ഉണ്ടാവുന്ന ഫോഴ്സിനെ വിളിച്ച പേരായിരുന്നു റീസ്റ്റോറിംഗ് ഫോഴ്സ്. ക്ലിയർ ആണ്. ദെൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് മീൻ ബൈ ഇലാസ്റ്റിസിറ്റി. ഓക്കെ, പഠിച്ചു വെക്കാൻ എന്താണ്? ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ടു റീഗെയിൻ ഇറ്റ്സ് ആക്ച്വൽ ഫോം ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ്. നമ്മൾ കൊടുത്ത ഡിഫോമിംഗ് ഫോഴ്സ് പിൻവലിച്ചാൽ ബോഡിക്ക് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള കഴിവിനെ വിളിച്ച പേരാണ് ഇലാസ്റ്റിസിറ്റി. ഞാൻ പറയാൻ ആൻസർ പഠിച്ചു വെച്ചോളാം. The property അല്ലെങ്കിൽ the ability of a body to regain its actual form after the removal of the deforming force. Clear ആണല്ലോ. The next, elastic and plastic materials. ഈ പ്രോപ്പർട്ടി അടിസ്ഥാനത്തിൽ നമുക്ക് മെറ്റീരിയൽസിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആൻഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ സിംപ്ലി ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസിന് ഇലാസ്റ്റിക്, അല്ലാത്തവയെ പ്ലാസ്റ്റിക്സ്. ഓക്കെ, സിമ്പിൾ ആണ്. The materials showing the property of elasticity are called elastic materials. എക്സാമ്പിൾ ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെറ്റൽസ്, വുഡ്, ഗ്ലാസ്, ഇതൊക്കെ എന്താണ്? ഇലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് പ്ലാസ്റ്റിക്. The materials not showing the property of elasticity are called plastic materials. എക്സാമ്പിൾ രണ്ടെണ്ണമാണ് സാധാരണ ഇതിലൂടെ പഠിച്ചു വെക്കാറ്. ഒന്ന് വാക്സ്, മറ്റൊന്ന് മഡ്. അല്ലെ, രണ്ട് നമ്മൾ പഠിച്ചു വെക്കാം. രണ്ട് എക്സാമ്പിൾ ഏതാ ചോദിച്ചാൽ വാക്സും മഡും ആണ് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മെറ്റീരിയൽസ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് ടേംസ് ആണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. വാട്ട് ഈസ് സ്ട്രെസ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ ഈസ് കോൾഡ് സ്ട്രെസ്. അല്ലെ, ബോഡിയിൽ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെ വിളിച്ച പേരായിരുന്നു സ്ട്രെസ്. അപ്പൊ സ്ട്രെസ് പ്രഷറിന് ഈക്വൽ നമുക്ക് പഠിച്ചു വെക്കാം. കാരണം ഫോഴ്സ് പെർ ഏരിയ ആണ്. അല്ലെ, അതുകൊണ്ട് ഡയമെൻഷനലി പ്രഷറിന് ഈക്വൽ ആയി വരുന്ന ഒരു ക്വാണ്ടിറ്റി ചോദിച്ചാൽ അത് സ്ട്രെസ് ആണ് അർത്ഥം. ഓക്കെ, ദെൻ സ്ട്രെസ്സിനെ നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. ലീനിയർ സ്ട്രെസ്, വോളിയം സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. അപ്പൊ മൂന്ന് തരത്തിലുള്ള ഡയമെൻഷണൽ ചേഞ്ചുകൾ നമുക്ക് പരീക്ഷിക്കാൻ. ലെങ്ത് ചേഞ്ച് ചെയ്യുന്നുണ്ടാവുന്ന സ്ട്രെസ് ആണ് ലീനിയർ സ്ട്രെസ്. വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് വോളിയം സ്ട്രെസ്. ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ നമ്മൾ വിളിച്ച പേര് ഷിയറിംഗ് സ്ട്രെസ്. ഈ മൂന്ന് ആൻസർ പഠിക്കാൻ എളുപ്പമാണ്. മൂന്ന് പേരുകൾ മാത്രമാണ്. സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് കോൾഡ് ലീനിയർ സ്ട്രെസ്. സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ വോളിയം ഈസ് കോൾഡ് വോളിയം സ്ട്രെസ്. Stress developed in a body due to change in shape is called
ഷിയർ സ്ട്രെസ്. ക്ലിയർ? ദെൻ എന്താണ് സ്ട്രെയിൻ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഒരു ബോഡിയിൽ എത്ര ചേഞ്ച് ഉണ്ടായി അതിന് ഒറിജിനൽ എത്ര ഉണ്ടായിരുന്നു. ലെങ്ത് ആണെങ്കിൽ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ, അപ്പൊ അതാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഇസ് കോൾഡ് സ്ട്രെയിൻ. അപ്പൊ ഒരേ കാര്യത്തിന് റേഷ്യോ ആയതുകൊണ്ട് അതിന് യൂണിറ്റും ഡയമെൻഷനും ഇല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കുക. ദെൻ 3 തരത്തിലുള്ള സ്ട്രെയിൻ ആണ്. ഇതൊക്കെയാണ് ലീനിയർ സ്ട്രെയിൻ, എന്തായിരിക്കും ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. വോളിയം സ്ട്രെയിൻ എന്താണ് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. വോളിയാണ് ക്യാപിറ്റൽ വി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ദെൻ ഷിയറിംഗ് സ്ട്രെയിൻ എന്താണ് ദ ആംഗിൾ ടേൺ. ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ആംഗിൾ മാറുന്നുണ്ട്, ആംഗിൾ ചേഞ്ചിനെയാണ് നമ്മൾ ആംഗിളിനെയാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷിയറിംഗ് സ്ട്രെയിൻ. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. അതുപോലെ നമ്മൾ പഠിക്കേണ്ട ആൻസർ ആയിരുന്നു ഇലാസ്റ്റിക് ലിമിറ്റ്. എന്താ ഇലാസ്റ്റിക് ലിമിറ്റ്? ചില ബോഡികൾക്ക് ഒരു പെർട്ടിക്കുലർ റേഞ്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാം. ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതിനുള്ളിൽ ആ ബോഡിയിലുണ്ടായ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ദ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് up to which the body shows the property of elasticity is called elastic limit. Elasticity കാണിക്കുന്ന ഒരു ലിമിറ്റ് വരെ ആ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ വിളിച്ച പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ കൂടി പല ആൻസർ പഠിച്ചു വെച്ചോളാം. The maximum value of stress up to which the body shows the property of elasticity. Here then വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഹുക്സ് ലോ. എന്താ ഹുക്സ് ലോ പറയുന്നത്? within elastic limit stress is proportional to strain. ഒരു ബോഡിയുടെ ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഹുക്സ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസർ ആണ്. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദെൻ ഇതിൽ നിന്ന് സ്ട്രെസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻടു സ്ട്രെയിൻ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആ കോൺസ്റ്റന്റ് വിളിച്ച പേരായിരുന്നു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതെങ്കിൽ കെ ഈക്വൽ ടു നമുക്ക് എഴുതാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് ഇക്വേഷൻ എഴുതിയാൽ മതി. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിന് കൂടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട 3 വാല്യൂസ് ആണ്. 3 ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഏതൊക്കെയായിരുന്നു? യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ്. നമുക്കറിയാം ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണെന്ത് യങ്സ് മോഡുലസ്. ഇക്വേഷൻ എഴുതിയത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ F by A എന്ന് പഠിച്ചിരുന്നു, ഫോഴ്സ് പെർ ഏരിയ. ദെൻ ഇവിടെ ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ ആ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത് യങ്സ് മോഡുലസ്. അതുപോലെ വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിനെ നമ്മൾ എന്ത് വിളിച്ചിരുന്നു ബൾക്ക് മോഡുലസ്. ദെൻ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിനെ നമ്മൾ എന്ത് വിളിച്ചിരുന്നു റിജിഡിറ്റി മോഡുലസ്. അപ്പൊ ഈ 3 വാല്യൂ കൂടി നമ്മൾ പഠിച്ചു വെക്കുക. സ്ട്രെയിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണത്. അപ്പോ ആ പേര് തന്നെ യൂസ് ചെയ്താൽ മതി. ലീനിയർ ബൈ ലീനിയർ, യങ്സ് മോഡുലസ്, വോളിയം ബൈ വോളിയം, ദെൻ ബൾക്ക് മോഡുലസ്, ഷിയർ ബൈ ഷിയർ, റിജിഡിറ്റി മോഡുലസ്. അപ്പൊ ആ 3 വാല്യൂ ഓർത്ത് വെക്കുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്നുള്ള ഒരു ടോപ്പിക് ആണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. അല്ലെ, ഒന്നുകിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ വരാം, അല്ലെങ്കിൽ ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം, അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് ഏതെങ്കിലും പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വരാം. അപ്പൊ ഈ ഗ്രാഫ് ആദ്യം പഠിക്കാം. എക്സ് ആക്സിൽ സ്ട്രെയിനും വൈ ആക്സിൽ സ്ട്രെസ് എടുത്തുകൊണ്ട് നമ്മൾ ഈ ഗ്രാഫിന്റെ ഷേപ്പ് നമുക്കറിയാം. ആദ്യം സ്ട്രെയിറ്റ് ലൈൻ ആണ്, എ വരെ സ്ട്രെയിറ്റ് ആണ്, അവിടുന്ന് അങ്ങോട്ട് കർവ് ആയി, അതിൽ ടോപ്പ് പൊസിഷൻ ബി, ഇവിടെ സി, ദെൻ ഏറ്റവും ഉയരത്തിലുള്ള ഭാഗത്തെ ഡി, ദെൻ ഇവിടെ നമ്മൾ ഒരു പോയിന്റ് കാണിക്കാറുണ്ട്, ദാറ്റ്സ് ഇ അല്ലെ, ആണ് ബ്രേക്കിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഈ പിക്ചർ വരയ്ക്കാനും ഈ പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എ എന്നുള്ള പോയിന്റ് നമ്മൾ വിളിച്ച പേരാണെന്ത് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഓക്കെ, കാരണം O മുതൽ എ വരെ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി കീപ്പ് ചെയ്യുന്ന അർത്ഥം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പ്രൊപ്പോർഷണൽ പോയിന്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് വിളിക്കുന്നു. ദെൻ ബി എ വിളിച്ച പേരാണെന്ത് ഈൽഡ് പോയിന്റ്. അതുവരെയാണ് അതിന് ഇലാസ്റ്റിസിറ്റി ഉള്ളത്. ഓക്കെ, അപ്പം ആ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന ലാസ്റ്റ് പോയിന്റ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ സീലത്തോടുകൂടി കംപ്ലീറ്റ് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുത്തു. ദെൻ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഭാഗം നോക്കൂ, ഒ എ എന്നുള്ള ഭാഗത്തെ നമുക്ക്, അല്ലെങ്കിൽ ഒ ബി എന്നുള്ള ഈ ഭാഗത്തെ നമുക്ക് ഇലാസ്റ്റിക് റീജിയൻ എന്ന് വിളിക്കാം. അതോടുകൂടി ബോഡിയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു എന്ന് പഠിച്ചിരുന്നു. ബി മുതൽ അങ്ങോട്ട്, ബി മുതൽ ഇ വരെ നമുക്ക് എന്ത് വിളിക്കാം പ്ലാസ്റ്റിക് റീജിയൻ. പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇലാസ്റ്റിക് റീജിയൻ മാർക്ക് ചെയ്യാൻ, പ്ലാസ്റ്റിക് റീജിയൻ മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കാണിക്കാം. ഒ എ ഇങ്ങനെ വാല്യൂസ് ഓഫ് കൊടുത്ത് ഒ എ ഈസ് കോൾഡ് ഇലാസ്റ്റിക്, ഒ ബി ഈസ് കോൾഡ് ഇലാസ്റ്റിക് റീജിയൻ ആൻഡ് ബി ഈസ് കോൾഡ് പ്ലാസ്റ്റിക് റീജിയൻ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ദെൻ ഈൽഡ് പോയിന്റ് മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്, അതൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. Then O dash is known as permanent set. നമുക്കറിയാം
ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബോഡി പിന്നെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല. പിന്നെ അത് തിരിച്ചു വരുന്ന പോയിന്റ് നമ്മൾ O' എന്നാണ് പറയുന്നത്. അപ്പൊ ഓയിലേക്ക് തിരിച്ചു വരേണ്ടത് O' വരെ തിരിച്ചു വരുള്ളൂ. അപ്പൊ ആ ഡിഫറൻസിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു പെർമനന്റ് സെറ്റ്. അവിടെ ഒരു സ്ട്രെയിൻ ബാക്കിയായി. ഓക്കെ, അപ്പൊ പെർമനന്റ് സെറ്റ് ചോദിച്ചാൽ എഴുതാം, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ഈ പോയിന്റിന്റെ കൂടെ നമുക്ക് എഴുതാവുന്ന ഒരു പോയിന്റ് ആണ് പെർമനന്റ് സെറ്റ്. ഓക്കെ, ഇനി ഇതിന് കൂടെ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഡി എന്ന് പറയുന്ന പോയിന്റ്. ഡിയുടെ പ്രത്യേകത, ഡി എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയ പോയിന്റ് ഇവിടെ ഉണ്ടല്ലേ സ്ട്രെസ്സിൽ, അത് നമുക്ക് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് ആണ് നമ്മൾ വിളിച്ചത്. എന്തായിരുന്നത്? ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ് ആണത്. അപ്പൊ നമുക്കെന്ന് പറയാം, ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ബ്രേക്കിംഗ് പോയിന്റ്. ഓക്കെ, അവിടെ വെച്ച് ആ ബോഡി ബ്രേക്ക് ചെയ്യപ്പെടുന്നു. നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടൊരു കാര്യമാണ്, ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നാൽ അതിന്റെ സ്ലോപ്പ് കണ്ടാൽ എന്തായിരിക്കും കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഗിവ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ കൂടിയാണ്, പഠിച്ചു വെക്കുക. സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഗിവ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കാരണം എന്താ? സ്ലോപ്പ് കാണുന്നത് y/x ആണ്. y-ലെ ക്വാണ്ടിറ്റി ഏതാണ്? സ്ട്രെസ്, x-ലെ ക്വാണ്ടിറ്റി സ്ട്രെയിൻ ആണ്. അപ്പൊ സ്ട്രെസ് ബൈ സ്ട്രെയിന്റെ ആൻസർ നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ട ആൻസർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ഓക്കെ, ദെൻ അവിടെ മറ്റു രണ്ട് ടേമുകളും പഠിച്ചിരുന്നു, ഡക്റ്റൈൽ സോളിഡ് ആൻഡ് ബ്രിട്ടിൽ സോളിഡ്. ഒരുപാട് വലിച്ചു നീട്ടാൻ കഴിയുന്ന സോളിഡ്സിനെ നമ്മൾ ഡക്റ്റൈൽ സോളിഡ് എന്നും, എന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിന് നമ്മൾ ബ്രിട്ടിൽ സോളിഡ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഡക്റ്റൈൽ സോളിഡിന് എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? മെറ്റൽസ് അല്ലെ. പൊതുവെ മെറ്റൽസ് ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാറ് ഡക്റ്റൈൽ സോളിഡ്സിന്. ദെൻ ബ്രിട്ടിൽ സോളിഡിന് നമ്മൾ പറയാറ് ഏതൊക്കെയാണ്? ഗ്ലാസ് ഒക്കെ അല്ലേ. ഗ്ലാസ്, ചില ഫൈബേഴ്സ് ഒക്കെ അതെന്താണ് പെട്ടെന്ന് പൊട്ടിപ്പോകുമ്പോൾ ഗ്ലാസ് പ്രധാനമായി ഓർത്തു വെക്കുക. ദെൻ അപ്പൊ ആ രണ്ട് കാര്യം കൂടി നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പൊ 2-3 പ്രാവശ്യം വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ രണ്ട് ഗ്രാഫ് കമ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ രണ്ട് ഗ്രാഫ് തന്നിട്ട് ഇതിൽ ഏത് ഗ്രാഫാണ് മോർ ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോഡിയെ കാണിക്കുന്നത്, ഏതാണ് മോർ ഡക്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാ മോർ ഇലാസ്റ്റിക് കണ്ടെത്തുക? ഈ ഗ്രാഫിൽ ഏതാണ് എക്സാക്സുമായിട്ട് കൂടുതൽ ആംഗിൾ ഉണ്ടാക്കുന്നത് അതാണ് മോർ ഇലാസ്റ്റിക്. കാരണം എന്താ? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഗിവ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമുക്കറിയാം. അപ്പോൾ കൂടുതൽ ആംഗിൾ മേക്ക് ചെയ്യുന്നത് മോർ ഇലാസ്റ്റിക്, കുറഞ്ഞ ആംഗിൾ മേക്ക് ചെയ്യുന്നത് ലെസ് ഇലാസ്റ്റിക്. ഇങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇനി ഡക്റ്റിലിറ്റി എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കൂ. ഈ റീജിയന്റെ ലെങ്ത് കൂടുതലുള്ളതാണ് മോർ ഡക്റ്റൈൽ. അപ്പൊ നമുക്ക് ഞാൻ ഈ വരച്ചതിൽ ഇതാണ് ലെങ്ത് കൂടുതൽ. അപ്പൊ രണ്ടാമത്തെ ഗ്രാഫിൽ ചിലപ്പോൾ AB എന്നൊക്കെ പേര് തന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഗ്രാഫ് ആണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? മോർ ഡക്റ്റൈൽ ആയിട്ടുള്ള ബോഡിയെ സൂചിപ്പിക്കുന്ന അർത്ഥം. ഓക്കെ, അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. എന്തായാലും ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെ ഓർത്ത് വെക്കുക? ആംഗിൾ വെച്ചിട്ട് വേണം ഏതാണ് മോർ ഇലാസ്റ്റിക് എന്ന് കണ്ടുപിടിക്കാൻ. ദെൻ ഈ DE എന്ന് പറയുന്ന ലെങ്ത് നോക്കിയിട്ട് അതിന് ലെങ്ത് കൂടുതലാണെങ്കിൽ മോർ ഡക്റ്റൈൽ, ലെങ്ത് കുറവാണെങ്കിൽ മോർ ബ്രിട്ടിൽ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വാണ്ടിറ്റി ആണ് ഇലാസ്റ്റോമർ. നമുക്കറിയാം റബ്ബർ ബാൻഡ്, അതുപോലെ ഹെർട്ടിന്റെ ടിഷ്യൂ ആയ അയോർട്ട ഒക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിരുന്നു? ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിരുന്നു. എന്താ ഇലാസ്റ്റോമേഴ്സ്? In a material we can produce large strain for a small stress. ചെറിയ സ്ട്രെസ്സിൽ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കാൻ കഴിയുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഇലാസ്റ്റോമേഴ്സ്. ഓക്കെ, റബ്ബർ ബാൻഡ് ഒക്കെ നമുക്ക് ഒരുപാട് വലിച്ചു നിർത്താൻ സാധിക്കും, ചെറിയ സ്ട്രെസ് ഉള്ളിൽ ഉണ്ടാവുള്ളൂ നമുക്കറിയാം. ദെൻ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും ഇതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഇതുമായി യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്നർത്ഥം. നോക്കൂ, ഇവിടെ എന്ത് പ്രൊപ്പോർഷൻ അല്ല, അല്ലെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ല. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നേനെ. ഓക്കെ, അപ്പൊ റബ്ബറൊക്കെ ഇലാസ്റ്റിക് ആണെങ്കിലും അത് എന്ത് ഒബേ ചെയ്യുന്നില്ല? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പം ഹൂക്സ് ലോ ഒബേ ചെയ്യാത്ത അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഇലാസ്റ്റോമേഴ്സ്. ഇലാസ്റ്റോമേഴ്സ് വെച്ച് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ the material does not obey Hooke's law എന്ന് എഴുതാം, അല്ലെങ്കിൽ we can produce largest strain for small stress. ഓക്കെ, അങ്ങനെ വരാം. എക്സാമ്പിൾ ചോദിക്കാം എന്ന് നേരത്തെ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് അയോർട്ട, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒന്നാണ് റബ്ബർ ബാൻഡ്. ദെൻ ഈ ഗ്രാഫ് കൂടി ഓർത്ത് വെക്കുക. ഇലാസ്റ്റോമേഴ്സിന്റെ ഗ്രാഫ് ചോദിച്ചാൽ ഈ രീതിയിലാണ് വരിക. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ഷോർട്ട് ആൻസേഴ്സ് ടൈപ്പ് ക്വസ്റ്റ്യനും അതുപോലെ 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. കാരണം ഇത് ഡെറിവേഷൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന് കൂടെ പഠിച്ചതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. നമുക്ക് 10ാമത്തെ ചാപ്റ്റർ നമുക്കറിയാം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. അതിൽ വരുന്ന ഷോർട്ട് ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലൂയിഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്താ ഫ്ലൂയിഡ്? ദ മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ഫ്ലോ, അല്ലെ, ഫ്ലോ ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഏതൊക്കെ വരും? ഗ്യാസും ലിക്വിഡും എന്തിനായിട്ടുള്ള വരുന്നതാണ്? ഫ്ലൂയിഡിന്റെ ആയിട്ടുള്ള വരുന്നതാണ്. ഓക്കെ,
അതുമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേമാണ് പ്രഷർ ആൻഡ് ഡെൻസിറ്റി. നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ ആണ്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് പെർ വോളിയം ആണ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഓക്കെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് പാസ്കൽസ് ലോ. എന്താ പാസ്കൽസ് ലോ പറയുന്നത്? ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ പ്രഷർ എല്ലാ ഭാഗത്തും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്താൽ അത് എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം. The law states that the pressure exerted on a system distributed equally in all directions. Okay, the pressure exerted in a system distributed equally in all directions. നോക്കൂ, ഈ ചാപ്റ്ററിൽ വരുന്ന രണ്ട് കോൺസെപ്റ്റ് ആണ്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഒന്ന് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് ടോപ്പിക് കൂടിയാണ്. എന്താ ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നോക്കാം. ഒരു കണ്ടിന്യൂസ് ഫ്ലോ നടക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ആണ്. ഒന്ന് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ചോദിച്ചാൽ എഴുതേണ്ടത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ സിംപ്ലി എ ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റന്റ്. ഒരു ഫ്ലോ നടക്കുമ്പോൾ ഏരിയ കൂടിയ സ്ഥലത്ത് വെലോസിറ്റി കുറവായിരിക്കും, ഏരിയ കുറഞ്ഞാൽ അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. നമ്മൾ പഠിച്ചാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ പഠിക്കുക ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഇതിന്റെ പ്രൂഫ് ഉണ്ട്, നമുക്ക് ഡെറിവേഷൻ ചെയ്യാം. ദെൻ ബെർണോൾസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഒരു ഫ്ലോ നടക്കുമ്പോൾ അവിടെ എല്ലായിടത്തും എനർജി പെർ യൂണിറ്റ് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ്, ഇക്വേഷൻ നമ്മൾ വിളിക്കാറ് എന്താണ്? ബെർണോൾസ് ഇക്വേഷൻ. അപ്പം സ്വാഭാവികമായിട്ടും ബെർണോൾസ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഇക്വേഷൻ എഴുതിയാൽ മാർക്ക് വരും. ബെർണോൾസ് ഇക്വേഷൻ എഴുതാൻ വരാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെക്കാം. P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് എ കോൺസ്റ്റന്റ്. പി എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷർ എനർജിയാണ്, then kinetic energy, then potential energy, total energy per unit volume remains constant. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് വരാവുന്ന ഷോർട്ട് ആൻസേഴ്സ്. ഇനി ഇവിടെ നമുക്ക് രണ്ട് ഡെറിവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബെർണോൾസ് പ്രിൻസിപ്പിളിന്റെയും മറ്റൊന്ന് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെയാണ്. അതോടൊപ്പം നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ പാസ്കൽസ് ലോ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റുകളുടെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കൂ. നമ്മൾ ഇങ്ങനെ ഒരു പിസ്റ്റൺ എടുക്കുക, ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ ഒരു സൈഡിൽ ചെറിയ പിസ്റ്റൺ, ഒരു സൈഡിൽ വലിയ പിസ്റ്റൺ. അപ്പൊ ഈ പിക്ചർ വരയ്ക്കാൻ പഠിക്കാം. പിക്ചറിൽ എന്താ പ്രത്യേകത നോക്കൂ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് F1 എന്ന് പറയുന്ന ഫോഴ്സ്. അപ്ലൈ ചെയ്യപ്പെടുന്നത് A1 എന്ന് പറയുന്ന ചെറിയ ഏരിയയുള്ള പിസ്റ്റണിനാണ്. ദെൻ ഇവിടെയാണ് നമുക്ക് എന്തിനെയാണോ ലിഫ്റ്റ് ചെയ്യേണ്ടത് ആ ബോഡി ഇരിക്കുന്നത്, അതിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് F2. പക്ഷെ ആ ഭാഗത്തുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലായിരിക്കും, അതാണ് A2. ഈ പിക്ചർ കാണിക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? F2 is greater than F1. നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു ഫോഴ്സ് കിട്ടുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പാസ്കൽസ് ലോയുടെ ഇക്വേഷൻ എഴുതാം. എന്താ പാസ്കൽസ് ലോ പഠിച്ചത്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ കൊടുത്ത പ്രഷർ എത്രയാണ്? ഇവിടെ കൊടുത്ത പ്രഷർ F1 by A1. കാരണം പ്രഷറിന്റെ ഇക്വേഷൻ പഠിച്ചു, ഫോഴ്സ് പെർ ഏരിയ ആണ്. അപ്പൊ F1 by A1. രണ്ടാമത്തെ ആമിൽ ഡെവലപ്പ് ചെയ്ത എത്രയാണ്? പ്രഷർ F2 by A2. അത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് പാസ്കൽസ് ലോ പറയുന്നത്. അപ്പൊ പാസ്കൽസ് ലോയുടെ കോൺസെപ്റ്റ് ആദ്യം എഴുതി, പിക്ചർ വരച്ചു, കോൺസെപ്റ്റ് എഴുതി. അടുത്ത ഒരു സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമുക്ക് F2 ഈക്വൽ ടു ഇതിനെങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ A2 by A1 into F1 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ ഒരു ആൻസറിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കൺക്ലൂഷൻ കൊടുക്കാം. നമുക്ക് F2 ഈക്വൽ ടു A2 by A1 into F1. അപ്പൊ ഇവിടെ നോക്കൂ, ഈ A2 A1നേക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് നമ്മൾ കാണുമ്പോൾ F1നേക്കാൾ കൂടുതലുള്ള ഒരു ഫോഴ്സ് F2 ആയിട്ട് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം പിക്ചർ വരയ്ക്കുക, രണ്ട് ഇക്വേഷൻ എഴുതുക, കൺക്ലൂഷൻ കൊടുക്കുക. എന്താ കൺക്ലൂഷൻ? That means F2 is greater than F1. ഇങ്ങനെ ഒരു കൺക്ലൂഷൻ കൊടുത്താൽ ആൻസർ ആയി. അപ്പൊ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ നിന്ന് വരാവുന്ന ഷോർട്ട് ആൻസേഴ്സ്. ഓക്കെ, നോക്കൂ, അടുത്ത ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്റർ എന്താണ്? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് നമ്മൾ പഠിച്ച ഫോക്കസ് ഏരിയ പോയിന്റ് എന്തായിരുന്നു? തെർമൽ എക്സ്പാൻഷൻ ആയിരുന്നു. എന്താണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ബോഡിയിലേക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ ആ ബോഡിക്ക് ഉണ്ടാവുന്ന എക്സ്പാൻഷൻ നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. അപ്പൊ എക്സ്പാൻഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു റൈസിംഗ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ തെർമൽ എക്സ്പാൻഷൻ ആൻസർ ആയി. 3 തരത്തിലുള്ള തെർമൽ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിരുന്നു. ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. ഒന്നെങ്കിൽ ലെങ്ത് കൂടാം, ബോഡിയുടെ ഏരിയ കൂടാം, അല്ലെങ്കിൽ വോളിയം കൂടാം. 3 തരത്തിൽ എക്സ്പാൻഷൻ നടക്കാം. 3ന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കാം. അപ്പോ ഡെൽറ്റ എൽ ബൈ എൽ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് കൊടുത്താൽ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന വഴി ഉണ്ടായ റൈസിംഗ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, then this constant is known as
കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഏരിയൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. വോളിയം എക്സ്പാൻഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എങ്ങനെ റിലേറ്റ് ചെയ്യാന്നുള്ള ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക. അപ്പം എന്താണ് തെർമൽ എക്സ്പാൻഷൻ? എക്സ്പാൻഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു റൈസ് ഇൻ ടെമ്പറേച്ചർ. 3 തരത്തിലുള്ള എക്സ്പാൻഷൻ: ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. അപ്പൊ അത് ചോദിക്കുകയാണെങ്കിൽ ഈ 3 ഇക്വേഷൻ വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് ആണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അല്ലെ, നമ്മൾ എക്സ്പാൻഷനിലേക്ക് വരികയാണെങ്കിൽ ലിക്വിഡിന്റെ എക്സ്പാൻഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ അവിടെ സാധാരണ രീതിയിൽ ഉള്ള പോലെയല്ല വാട്ടറിന്റെ പ്രത്യേകത. വാട്ടർ ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ടറിന്റെ പ്രത്യേകത 4 ഡിഗ്രിയിൽ അതിന്റെ വോളിയം മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. അപ്പൊ 4 ഡിഗ്രിയേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്താൽ അതെന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഏറ്റവും ചെറിയ സൈസിലേക്ക് ഒതുങ്ങുന്നത് എത്രയിലാണ്? 4 ഡിഗ്രിയിലാണ്. ആ ടെമ്പറേച്ചറിനേക്കാൾ കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യും, അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 ഗ്രാഫുകളാണിത്. അപ്പൊ ഈ ഗ്രാഫ് ചോദിക്കാം ഈ അനോമലസ് ബിഹേവിയറിനെ കുറിച്ച്, അല്ലെങ്കിൽ അനോമലസ് ബിഹേവിയർ ചോദിച്ചാൽ നമ്മൾ ഇതിന് ഏതെങ്കിലും ഒരു ഗ്രാഫ് വരച്ചാൽ മതി. അവിടെ നമുക്ക് 4 ഡിഗ്രിയിലായിരിക്കും വോളിയം മിനിമം. ദെൻ അവിടുന്ന് 2 ഭാഗത്തേക്ക് കൂടുകയാണ്. ദെൻ ഡെൻസിറ്റി വരുമ്പോഴോ 4 ഡിഗ്രിയിൽ മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും. ഓക്കെ, ആ വോളിയത്തിന് ആ ഗിവൺ മാസിന് എന്ത് ചെയ്യും, മിനിമം വോളിയം കിട്ടുക, മാക്സിമം ഡെൻസിറ്റി കിട്ടും. ദെൻ 2 സൈഡിലേക്കും പോകുന്നതോറും ഡെൻസിറ്റി കുറയും. അപ്പൊ 2 ഗ്രാഫ് പഠിക്കാം. കൂടെ നമ്മൾ അനോമലസ് ബിഹേവിയർ എന്താന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ആയിട്ട് നമുക്ക് ഈ ഗ്രാഫ് വരച്ചാൽ മതി. എന്താണ് കോൺസെപ്റ്റ് പഠിച്ചു വെക്കേണ്ടത്? വാട്ടറിന് മിനിമം വോളിയം എത്ര ഡിഗ്രിയിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. മാക്സിമം ഡെൻസിറ്റി ആ ഡിഗ്രി സെൽഷ്യസിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ആൻസർ എഴുതുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതുക. അതുകൊണ്ടാണ് ഐസ് ക്യൂബ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നമുക്കറിയാം. അതുപോലെ നമ്മൾ തടാകങ്ങളൊക്കെ ഫ്രീസ് ചെയ്യപ്പെടുമ്പോൾ മുകൾ ഭാഗം ആദ്യം ഫ്രീസ് ചെയ്യാനൊക്കെ കാരണം അനോമലസ് ബിഹേവിയർ എന്ന് എഴുതിയിട്ട് ഈ ഗ്രാഫ് കാണിച്ചു കഴിഞ്ഞാൽ ആൻസർ ആയി ഗ്രാഫായിട്ടും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ദെൻ ഗ്യാസിന്റെ എക്സ്പാൻഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി. ഓക്കെ, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒറിജിനൽ വോളിയം വിയും അവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ആണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ ടി, ദെൻ നമ്മൾ റൈസ് ചെയ്ത ടെമ്പറേച്ചർ ഡെൽറ്റ ടി ആണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ പഠിച്ചു വെക്കണം. പലപ്പോഴും പ്രോബ്ലം ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ സോളിഡിന്റെ എക്സ്പാൻഷൻ പഠിച്ചു, ലിക്വിഡിന്റെ എക്സ്പാൻഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാട്ടറിനെ കുറിച്ച് പഠിച്ചു. ദെൻ ഗ്യാസിന്റെ എക്സ്പാൻഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ദാറ്റ് ഇസ് ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഈക്വൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ ഒറിജിനൽ ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ച മറ്റൊരു കോൺസെപ്റ്റ് ആയിരുന്നു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അല്ലെ, എന്താ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം സബ്സ്റ്റൻസിന് 1 ഡിഗ്രി കൂടാൻ ആവശ്യമായ ഹീറ്റിനെയാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ ആദ്യം ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചു, പിന്നെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചത്. ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ ഏത് മാസമുള്ള ബോഡിക്കും 1 ഡിഗ്രി ഉയരാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിച്ചത്. എന്നാൽ 1 കിലോഗ്രാമിന് 1 ഡിഗ്രി ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചത്. അപ്പം നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ് പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചോദിച്ചാൽ എന്താണ്? സ്മോൾ എസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ അത് അബ്സോർബ് ചെയ്ത ഹീറ്റ്, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ഉണ്ടായ റൈസിംഗ് ടെമ്പറേച്ചർ, എം ഈസ് ദ മാസ് ഓഫ് ദ ബോഡി. ഓക്കെ, അപ്പം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചോദിച്ചാൽ നമ്മൾ എഴുതുക ഡെൽറ്റ ക്യൂ ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി. ഇതെന്താ? ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഹീറ്റ് കപ്പാസിറ്റി ചോദിക്കാറില്ല, വേണമെങ്കിൽ മനസ്സിലാക്കി വെക്കാം. നോക്കൂ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എഴുതാം നമുക്ക് എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. നോക്കൂ, ഈക്വേഷൻ പഠിച്ചാൽ മതി. പ്രോബ്ലംസും വരാറുണ്ട്. നമുക്ക് നോക്കൂ, ഒരു ഗിവൺ ഹീറ്റ് കൊടുത്താൽ ടെമ്പറേച്ചർ എത്ര ഉയർന്നു, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇത് തന്നെയാണ്. എസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി എന്നുള്ളത് നമ്മളൊന്ന് ഫോർമാറ്റ് മാറ്റി എഴുതിയെന്നുള്ളൂ. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എം എസ് ഇൻറ്റു ഡെൽറ്റ ടി. അത്രയും കൂടി നമ്മൾ അതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് 3 എക്സ്പാൻഷനെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് സോളിഡ്സിൽ, മറ്റൊന്ന് ലിക്വിഡില്, ദാറ്റ് മീൻസ് വാട്ടറിന്റെ കേസ്, ദെൻ ഗ്യാസിന്റെ കേസ്. ദെൻ ആ സമയത്ത് അബ്സോർബ് ചെയ്യപ്പെടുന്ന ഹീറ്റിന്റെ എമൗണ്ടിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മറ്റു ചില ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്ന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. നമുക്ക് മെൽറ്റിംഗ്, എന്താ മെൽറ്റിംഗ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺവേർഷൻ ഓഫ് സോളിഡ് ടു ലിക്വിഡ്. അല്ലെ, സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തു ലിക്വിഡ് ആയിട്ട് മാറുന്നതിന് നമ്മൾ വിളിച്ച പേരാണ് മെൽറ്റിംഗ്. നേരെ അതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് ഫ്യൂഷൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ. ലിക്വിഡ്
തിരിച്ച് സോളിഡ് ആയി മാറുന്ന പ്രോസസ്സിനെ വിളിച്ച പേരാണ് ഫ്യൂഷൻ. അതുപോലെ എന്താണ് വാപ്പറൈസേഷനും കണ്ടൻസേഷനും. എന്താ വാപ്പറൈസേഷൻ? ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് ഈസ് നോൺ ആസ് വാപ്പറൈസേഷൻ. തിരിച്ച് ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ് ഈസ് നോൺ ആസ് കണ്ടൻസേഷൻ. അപ്പൊ ഈ 4 ടേമുകൾ പഠിച്ചു വെക്കുക, നമുക്ക് അറിയുന്ന ടേമുകളാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടേമാണ് സബ്ലിമേഷൻ. എന്താ സബ്ലിമേഷൻ? ദ ഡയറക്റ്റ് ചേഞ്ച് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ഇൻ ടു ഗ്യാസസ് സ്റ്റേറ്റ്. അല്ലെ, ചില വസ്തുക്കൾ അങ്ങനെയാണ്, ചൂടാക്കി കഴിഞ്ഞാൽ നേരിട്ട് സോളിഡിൽ നിന്ന് ഗ്യാസസ് ഫോമിലേക്ക് മാറും. ഇത്തരം ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് സബ്ലിമേഷൻ. എക്സാമ്പിൾ നമുക്കറിയാം, കാംഫർ, ചില അഗർബത്തീസ്, അതൊക്കെ നമുക്ക് ചൂടാക്കിയാൽ നേരിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതും ഓർത്തു വെക്കാം. നമുക്ക് അതുപോലെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ബോയിലിംഗ് ആൻഡ് വാപ്പറൈസേഷൻ. ബോയിലിംഗും വാപ്പറൈസേഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ, രണ്ടും ഒരേ പ്രോസസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്ന പ്രോസസ്സിനെയാണ് ബോയിലിംഗ് എന്ന് വിളിക്കുന്നത്, അത് തന്നെയാണ് വാപ്പറൈസേഷനും. പക്ഷേ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ച് നടക്കുകയാണെങ്കിൽ അതാണ് ബോയിലിംഗ്, ഇനി ടെമ്പറേച്ചറിൽ നടക്കുകയാണെങ്കിൽ അതാണ് വാപ്പറൈസേഷൻ. അപ്പം ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്ന പ്രോസസ്സിനെ നോർമലി വിളിക്കാറ് എന്താണ്? വാപ്പറൈസേഷൻ ആണ്. എന്നാൽ ചൂടാക്കിയാൽ അത് അല്ലെ തിളന്നില്ല എന്ന് നമ്മൾ പറയില്ല, തിളച്ച് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് കൺവേർഷൻ നടക്കുന്നതെങ്കിൽ അതാണ് ബോയിലിംഗ്. അപ്പൊ വ്യത്യാസം പഠിച്ചു വെക്കണം. കൺവേർഷൻ ഓഫ് ലിക്വിഡ് ഇൻ ടു ഗ്യാസ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് ബോയിലിംഗ്. അറ്റ് എനി ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് വാപ്പറൈസേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ അതോ അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കമ്പയർ ചെയ്യാൻ. മറ്റൊന്ന് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വാപ്പറൈസേഷൻ ചോദിക്കാറുണ്ട് അല്ലെ. ആ വാപ്പറൈസേഷനെ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 3 ഘടകങ്ങൾ പഠിച്ചിരുന്നു. ഒന്ന് വിൻഡ് ആണ് അല്ലെ, കാറ്റടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? വാപ്പറൈസേഷൻ നടക്കും. മറ്റൊന്ന് സർഫസ് ഏരിയ ആണ് അല്ലെ, കൂടുതൽ ഏരിയ പരന്നു കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? അത് വാപ്പറൈസ് ചെയ്ത് പോകും. മറ്റൊന്ന് ടെമ്പറേച്ചർ, കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സമയത്താണെങ്കിൽ പെട്ടെന്ന് നീരാവിയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പം ഈ 3 ഘടകങ്ങളാണ് സാധാരണ രീതിയിൽ വാപ്പറൈസേഷനെ അഫക്ട് ചെയ്യാറ്. ഇപ്പൊ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, what are the factors influencing vaporization? അപ്പൊ ഏതൊക്കെയാണ് പഠിച്ചു വെക്കാം? വിൻഡ്, ടെമ്പറേച്ചർ ആൻഡ് സർഫസ് ഏരിയ. ദെൻ മറ്റു 2 പോയിന്റ് നോക്കും, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് നമ്മൾ പഠിച്ചതാണ്. എന്താ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് മെൽറ്റിംഗ് നടക്കുക എന്ന് പറഞ്ഞില്ലേ, ആ ടെമ്പറേച്ചറിൽ വിളിച്ച പേരാണ് മെൽറ്റിംഗ് പോയിന്റ്. അതുപോലെ ബോയിലിംഗും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ചാണ് നടക്കുന്നത്, അതിനാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൻസർ എന്തായി? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ് ഈസ് നോൺ ആസ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെ. അതുപോലെ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് ഈസ് നോൺ ആസ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ്, ആ പ്രോസസ്സിനെ നമുക്ക് നേരത്തെ പഠിച്ചു, ആ പ്രോസസ്സ് നടക്കുന്ന ടെമ്പറേച്ചറിനെ വിളിച്ച പേരാണ് മെൽറ്റിംഗ് പോയിന്റ്, അതുപോലെ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ പ്രഷർ എങ്ങനെയാണ് മെൽറ്റിംഗ് പോയിന്റിനെയും ബോയിലിംഗ് പോയിന്റിനെയും അഫക്ട് ചെയ്യുന്നത് ചോദിക്കാറുണ്ട് അല്ലെ. പ്രഷർ കുക്കറിന്റെ കേസൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പം പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുന്നു. ഇത് പഠിച്ചു വെക്കാം. ഓക്കെ, as pressure increases, boiling point increases, but melting point decreases. ആ കാര്യം ഓർത്തു വെക്കാം. അപ്പൊ പ്രഷർ കുക്കറിൽ എന്തുകൊണ്ട് പെട്ടെന്ന് ഫുഡ് നമുക്ക് പാകം ചെയ്യാൻ സാധിക്കുന്നു വെച്ചാൽ നമ്മൾ എഴുതേണ്ടതാണ് as pressure increases, the boiling point of the water increases എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ നമുക്ക് ചോദിക്കാനാണ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സിൽ കുക്കിംഗ് ബുദ്ധിമുട്ടാണ്, എന്തുകൊണ്ടാണുള്ളത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്? as pressure decreases, the boiling point also decreases. അപ്പോൾ പ്രഷർ കുറഞ്ഞ സ്ഥലത്ത് ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞതുകൊണ്ടാണ് ആ പ്രയാസം വരുന്നത് നമുക്ക് എഴുതാൻ സാധിക്കണം. ദെൻ ഐസ് സ്കേറ്റിംഗിലൊക്കെ അവിടെ ലൂബ്രിക്കൻസ് ആയിട്ട് ഐസ് ഉരുക്കി ഉണ്ടാവുന്ന വെള്ളം സഹായിക്കുന്നു. അത്തരം ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എഴുതണം മെൽറ്റിംഗുമായി ബന്ധപ്പെട്ടാണ് എഴുതേണ്ടത്. എന്താണ്? as pressure increases, the melting point decreases. അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്യും എന്നുള്ള ആൻസർ ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. നമ്മൾ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്നുകൂടി ഓർക്കുക. അപ്പം as pressure increases, boiling point increases, but melting point decreases. അതുമായി ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് കൂടെ പറഞ്ഞത്. അത് എന്തൊക്കെ ആൻസർ ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെച്ച് പോവാം. ഓക്കെ, ദെൻ മറ്റൊന്നാണ് ലാറ്റന്റ് ഹീറ്റ്. എന്താ ലാറ്റന്റ് ഹീറ്റ്? ഒരു ഫോമിൽ നിന്ന് അടുത്തൊരു ഫോമിലേക്ക് കൺവേർഷൻ നടക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ലാറ്റന്റ് ഹീറ്റ്. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് ഉണ്ട്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഉണ്ട്. ആണല്ലോ. amount of heat required to convert 1 kilogram of solid into 1 kilogram of liquid is known as latent heat of melting. ഓക്കെ, മെൽറ്റ് ചെയ്യുന്ന സമയത്ത് 1 കിലോഗ്രാമിന് മെൽറ്റ് ചെയ്യിക്കാൻ ആവശ്യമായ ഹീറ്റിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ്
മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ആൻസർ പറയേണ്ടത് എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് വെൻ 1 kilogram ഓഫ് സബ്സ്റ്റൻസ് കൺവേർട്ടഡ് ഫ്രം ലിക്വിഡ് ടു ഗ്യാസ്. അല്ലെ, 1 kilogram ഉള്ള ലിക്വിഡ് ഗ്യാസ് ആയി മാറുമ്പോൾ അത് അബ്സോർബ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടേംസ് നമുക്ക് അറിയുന്ന ടേംസ് ആണ്, ഓരോന്നും കൃത്യമായിട്ട് ഓർത്ത് പോവാ. എക്സാമിൽ വരുമ്പോൾ പ്രത്യേകം ഓർത്ത് എഴുതാൻ സാധിക്കണം. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് ഗ്രാഫ് ആണ്. ഒരു ബോഡിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഹീറ്റും അതുവഴി അതിനുണ്ടാവുന്ന ടെമ്പറേച്ചർ റൈസിനെയും കാണിക്കുന്ന ഗ്രാഫാണ്. അല്ലെ, അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കാം. ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയായിരുന്നു. നോക്കൂ, ആദ്യം സോളിഡ് ആയിരുന്ന സമയത്ത്, ഇപ്പൊ സോളിഡ് ആണ്, സോളിഡ് ആയിരുന്ന സമയത്ത് ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടി വരും. കുറച്ച് സമയം ഗ്രാഫ് സ്ട്രെയിറ്റ് ആണ്, എന്നർത്ഥം അവിടെ കൺവേർഷൻ നടക്കുകയാണ്. സോളിഡ് എന്തായി മാറുന്നു? ലിക്വിഡ് ആയി മാറുന്നു. ആ സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിലും ടെമ്പറേച്ചർ കൂടുന്നില്ല. ആ ഹീറ്റ് നമ്മൾ വിളിച്ച പേരായിരുന്നത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ്. അപ്പൊ അവിടെ മെൽറ്റിംഗ് എന്നുള്ള പ്രോസസ് നടക്കുകയാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചർ നമുക്ക് മാർക്ക് ചെയ്യാൻ വരാം. ഇത് നമുക്ക് എന്ത് പറയാം? മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കാം. അല്ലെ, മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയി താഴേക്ക് നമുക്ക് ഹീറ്റ് കാണിക്കാം. ഈ ഹീറ്റ് ആണ് എന്ത്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ്. അപ്പൊ അതൊക്കെ മാർക്ക് ചെയ്യാൻ വരാം. ദെൻ അത് ലിക്വിഡ് ആയി മാറിയാൽ വീണ്ടും ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടും. വീണ്ടും ഗ്രാഫ് ഒന്ന് പാരലായി. അവിടെ എന്ത് പ്രോസസ് നടക്കുന്നത് നോക്കൂ. അവിടെ വാപ്പറൈസേഷൻ എന്നുള്ള പ്രോസസ് നടക്കുകയാണ്. ലിക്വിഡ് എന്തായി മാറുകയാണ്? ഗ്യാസസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ ആ ടെമ്പറേച്ചർ ഗ്യാസസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചർ നമ്മൾ എന്ത് വിളിച്ചിരുന്നു? മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിച്ചിരുന്നു. അല്ലെ, അപ്പൊ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം. അപ്പൊ അത് ഈ രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. നോക്കൂ, ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഇവിടെ കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെ, ടെമ്പറേച്ചർ ഉയരാതെ ആ ഹീറ്റിന്റെ ഇത്രയും ഹീറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ. അപ്പൊ 4 കാര്യങ്ങൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഒന്ന് മെൽറ്റിംഗ് പോയിന്റ്, മറ്റൊന്ന് ബോയിലിംഗ് പോയിന്റ്, ഈ ഹീറ്റ് എന്താണ്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ്, ഇതെന്താണ്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ. പിന്നെ ഇത് ഗ്യാസസ് ഫോമിലേക്ക് മാറി. അപ്പൊ ഒരു മെറ്റീരിയൽ സോളിഡിൽ നിന്ന് ലിക്വിഡായി, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആയി മാറുന്ന പ്രോസസിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അതുമായി റിലേറ്റ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. നമുക്ക് ഗ്രാഫ് വരച്ചത് മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഗ്രാഫ് നമുക്ക് എക്സാമിൽ തന്നിട്ട് ചില കാര്യങ്ങൾ അതിൽ നിന്നും മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം. ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നും ഷോർട്ട് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. നമുക്ക് 12ാമത്തെ ചാപ്റ്റർ ആയ തെർമോഡൈനാമിക്സിൽ നിന്ന് വരാവുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് അല്ലെ നമ്മൾ പഠിച്ച ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെക്കുക. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഒരു സിസ്റ്റം 2 കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പഠിച്ചു. ഒന്ന്, റൈസിങ് ഇന്റേണൽ എനർജി ആൻഡ് ഡൂയിങ് സം എക്സ്റ്റേണൽ വർക്ക്. അല്ലെ, അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ്, റൈസിങ് ഇന്റേണൽ എനർജി, ദെൻ വർക്ക്, എക്സ്റ്റേണൽ വർക്ക്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ എന്തായി? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ആൻസർ ആയി. അത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ദെൻ തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പം തെർമോഡൈനാമിക് വേരിയബിൾസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് വിളിക്കാം. 6 പ്രോസസ്സുകളാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഒന്നാണെന്ത്? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. അതിൽ ഏറ്റവും ഷോർട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ സ്ലോ പ്രോസസ്, വെരി സ്ലോ പ്രോസസ്സുകൾ വിളിക്കുന്ന പേരാണെന്ത്? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഐസോതെർമൽ പ്രോസസ് ആണ്. നമുക്കറിയാം ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്, ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈക്വൽ ടു 0. Okay, very simple. The next one is isobaric process, that means pressure remains constant, that means delta P equal to 0. Pressure change illa enartham. Okay, isobaric process means the volume remains constant, that is delta V equal to 0. Then adiabatic process, നമുക്കറിയാം സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്കോ ഉള്ളിലേക്കോ വരാത്ത പ്രോസസ്സുകളെ വിളിച്ച പേരാണ് adiabatic process. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0. സിസ്റ്റത്തിന്റെ ഹീറ്റിന്റെ എമൗണ്ടിൽ കൂടുതലോ കുറവോ വരുന്നില്ല. ദാറ്റ് മീൻസ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0. അത്തരം പ്രോസസ്സുകളെ വിളിച്ച പേരാണ് adiabatic process. The last one, cyclic process, no change in the initial condition. Okay, ഒരു സീരീസ് ഓഫ് പ്രോസസ് ആണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. 2, 3, 4 പ്രോസസ്സ് കഴിഞ്ഞാൽ ആ സിസ്റ്റം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക, ഒരു കണ്ടീഷനിൽ മാറ്റമില്ലാതെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക. അത്തരം ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് സൈക്ലിക് പ്രോസസ്. ദാറ്റ് മീൻസ് നോ ചേഞ്ച് ഇൻ ദ ഇനീഷ്യൽ കണ്ടീഷൻ.
ക്ലിയർ? അപ്പൊ 6 പ്രോസസ്സുകൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്കത് ഷോർട്ട് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ദെൻ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാവുന്ന എന്താണ് ഹീറ്റ് എഞ്ചിൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്താണ് ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ എന്താ ചോദിച്ചാൽ ആൻസർ ആയി എന്താണ് ദ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻ ടു യൂസ്ഫുൾ വർക്ക് അല്ലെ? ഇതാണ് ഹീറ്റ് എഞ്ചിൻ എന്താ ചോദിച്ചാൽ ആൻസർ. ഹീറ്റ് എഞ്ചിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? സോഴ്സ്, സിങ്ക്, വർക്കിംഗ് സബ്സ്റ്റൻസ്. ആൻസർ ആയല്ലോ, സോഴ്സ്, സിങ്ക്, വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇനി അത് കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ നമ്മൾ ആ 3 പേര് എഴുതുക. എന്താണ് സോഴ്സ്? എന്താ സോഴ്സ്? വിച്ച് പ്രൊവൈഡ്സ് ഹീറ്റ് ഇൻ ടു ദ വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പൊ സോഴ്സിന്റെ ഫംഗ്ഷൻ ആയി വിച്ച് പ്രൊവൈഡ്സ് ഹീറ്റ് ഇൻ ടു വർക്കിംഗ് സബ്സ്റ്റൻസ്. Then നോക്കൂ sink. Sink എന്താണ്? Which absorbs the remaining heat from the working substance. Working substance ൽ ബാക്കിയാവുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ആ മൂന്നാമത്തെ ഘടകത്തെ വിളിച്ച പേരാണ് sink. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ആയി. Then what is working substance? Which converts heat into useful work. നോക്കൂ ആ ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലനേഷൻ കൂടി എഴുതാം. അപ്പൊ ഹീറ്റ് എഞ്ചിനെ കുറിച്ച് കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ തന്നെ വരാം, അല്ലെങ്കിൽ 3 ഭാഗങ്ങൾ ചോദിക്കാം. ഈ പിക്ചർ വരച്ചു കഴിഞ്ഞാൽ ഹീറ്റ് എഞ്ചിനുമായി റിലേറ്റ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ 3 ഭാഗങ്ങൾ ഏതൊക്കെ നമ്മൾ പഠിച്ചു? സോഴ്സ്, സിങ്ക്, വർക്കിംഗ് സബ്സ്റ്റൻസ്. അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചു. ഹീറ്റ് ട്രാൻസ്ഫർ ടു വർക്കിംഗ് സബ്സ്റ്റൻസ്, some amount of heat transferred to work, remaining heat is absorbed by sink. ഇത്ര എഴുതി കഴിഞ്ഞാൽ അത് എക്സ്പ്ലനേഷൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഡയഗ്രാം പഠിക്കാൻ കൃത്യമായിട്ട് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് സാധാരണ രീതിയിൽ യൂസ് ചെയ്യാറുള്ളത് എന്താണ്? ഐഡിയൽ ഗ്യാസ്. അതും പലപ്പോഴും ചോദിക്കാറുണ്ട്. ഹീറ്റ് എഞ്ചിനിലെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഐഡിയൽ ഗ്യാസ് ആർ മെയിൻലി യൂസ്ഡ് ആസ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? ഹീറ്റ് എഞ്ചിൻ പഠിച്ചു വെക്കുക, ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചു വെക്കുക, 3 ഭാഗങ്ങൾ, അതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം നമുക്ക് ഇതുവഴി മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. Then efficiency ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്താ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എന്താണോ അതിനെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡിവൈഡ് ചെയ്യാം. എന്താ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്? വർക്കാണ്. ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? ഹീറ്റ് ആണ്. അപ്പൊ നമുക്ക് വർക്ക് എന്ന് പറയുന്നത് നോക്കൂ, Q1 ൽ നിന്ന് ഒരു ഭാഗമാണ് വർക്കായി മാറുന്നത്, ബാക്കി Q2 ആണ്. അപ്പൊ Q1 ൽ നിന്ന് Q2 മൈനസ് ചെയ്താൽ അങ്ങനെ ബാക്കിയാവുന്ന ഹീറ്റ് ആണ് എന്തായി മാറുന്നത്? ആ വർക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ Q1 മൈനസ് Q2 കൊടുത്തത്. ദാറ്റ്സ് വർക്ക് ഡൺ. ഡിവൈഡ് ബൈ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ്? Q1 ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഈസ് കോൾഡ് എഫിഷ്യൻസി. ഓക്കെ, ഇപ്പൊ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി ചിലപ്പോൾ ചോദിച്ചേക്കാം. സിംപ്ലി നമുക്ക് എന്ത് എഴുതാം? Q1 മൈനസ് Q2 ബൈ Q1 എന്ന് എഴുതാം. അല്ലെങ്കിൽ സോഴ്സിന്റെയും സിങ്കിന്റെയും ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. സോഴ്സിന്റെ ടെമ്പറേച്ചർ T1 ആണ്, സിങ്കിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? T2. അപ്പം T1 മൈനസ് T2 ബൈ T1 എന്നും എന്തിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും? എഫിഷ്യൻസി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഹീറ്റ് എഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാം. ദെൻ സൈക്ലിക് പ്രോസസ്സിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകുന്നത് കാർനോട്ട് സൈക്കിൾ ആണ് അല്ലെ? അപ്പൊ 4 പ്രോസസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ കാർനോട്ട് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന PV ഡയഗ്രാം, പ്രഷർ വോളിയം ഡയഗ്രാം നമുക്ക് ചോദിച്ചേക്കാം. അങ്ങനെ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് നമുക്ക് ഫോക്കസ് ഏരിയ അല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ജസ്റ്റ് ഈ പിക്ചർ ഒന്ന് വരയ്ക്കാൻ പഠിക്കുക. കാർനോട്ട് സൈക്കിളിന്റെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചോദിച്ചാൽ എഴുതാൻ ഇവിടെ എന്താണ്? P1 V1 T1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്നും സിസ്റ്റം കൊണ്ട് മാറുന്നു. P2 V2 T1 എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ നടന്ന പ്രോസസ് ഏതാണ്? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാത്ത പ്രോസസ് ഐസോതെർമൽ പ്രോസസ്. രണ്ടാമത്തെ പ്രോസസ് നമ്മൾ വെച്ചോടത്തോളം P3 V3 T2 അല്ലെ? 3 ചേഞ്ച് വന്നു. പക്ഷെ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത ഒരു പ്രോസസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയുന്നത്? അഡാബാറ്റിക് പ്രോസസ്. അതുപോലെ മൂന്നാമത്തെ പ്രോസസ് നമുക്ക് എന്താണ്? ഐസോതെർമൽ പ്രോസസ് ആണ്. ദെൻ 4ാമത്തെ പ്രോസസ്സും അഡാബാറ്റിക് പ്രോസസ് ആണ്. അപ്പൊ ആ 4 പ്രോസസ്സുകളിൽ ഈ ഫസ്റ്റും 3ും എന്ത് പ്രോസസ് ആണ്? ഐസോതെർമൽ പ്രോസസ്സുകളാണ്. ദെൻ 2ഉം 4ഉം എന്ത് പ്രോസസ്സുകളാണ്? അഡാബാറ്റിക് പ്രോസസ്സുകളാണ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇത് ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം നമുക്ക് ഫോക്കസ് ഏരിയയിൽ വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരാത്ത ഭാഗമായതുകൊണ്ട് എന്തായാലും ആ പിക്ചർ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 12ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് കൈനറ്റിക് തിയറി എന്നുള്ള ചാപ്റ്റർ നോക്കാം. കൈനറ്റിക് തിയറിയിൽ വളരെ കുറഞ്ഞ കാര്യങ്ങൾ വരുന്നുള്ളൂ. ഒന്നാമത് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി അല്ലെ? ഗ്യാസ് മോളിക്യൂൾസിന് മോഷനുമായി റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. അപ്പൊ അത് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചില പോയിന്റ്സ് നമ്മൾ പഠിച്ചു വെക്കുക. എന്താണ്?
ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്താണ്? ഓൾ ദി ഗ്യാസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ് അല്ലെ. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് ആ രൂപത്തിലാണുള്ളത് മനസ്സിലാക്കി വെക്കുക. അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്, ഓൾ ദി ഗ്യാസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. ക്ലിയർ? രണ്ടാമത്തേത് ദ മോളിക്യൂൾസ് ആർ വെരി സ്മോൾ. ഓക്കെ, വെരി സ്മോൾ. അപ്പൊ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് അത് പഠിച്ചു വെക്കാം. മോളിക്യൂൾസ് ആർ very small compared to the distance between two molecules. അതാണ് കോൺസെപ്റ്റ് നമ്മൾ ഓർത്തു വെക്കാം. The molecules are very small compared to distance between two molecules. Then മൂന്നാമത്തേത് they are elastic. Okay, അപ്പോൾ മോളിക്യൂൾസ് ഒക്കെ എന്താണ്? ഇലാസ്റ്റിക് നേച്ചർ ഉള്ളതാണ്. അതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയി നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്താണ്? all the gas molecules are in random motion. ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ പല ദിശയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റാൻഡം മോഷനിലാണുള്ളത്. അതാണ് നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? ഡ്യൂറിംഗ് ദിസ് മോഷൻ ദ മോളിക്യൂൾസ് കൊളൈഡ് each other. Okay, അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് ആയി. ആറാമത്തെ പോസ്റ്റുലേറ്റ് the distance between two successive collision is known as free path. ക്ലിയർ ആണല്ലോ? അങ്ങനെ മൂവ് ചെയ്യുന്നവർ പഠിച്ചു. മൂവ് ചെയ്യുമ്പോൾ കൊളൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് കൊളീഷനിടയിലുള്ള ആ സ്ട്രെയിറ്റ് പാത്തിനെ വിളിച്ച പേരാണെന്ത്? ഫ്രീ പാത്ത്. അപ്പൊ അതൊരു ഷോർട്ട് ആൻസർ കൂടിയാണ്, ഒരു പോസ്റ്റുലേറ്റ് കൂടിയാണ്. അപ്പൊ എന്താണ് ഫ്രീ പാത്ത് എന്ന് മാത്രം ചോദിക്കാം. എന്താണ്? the straight distance between two successive collision of a gas molecule is known as free path. Okay, അപ്പൊ ഇത്രയും പോസ്റ്റുലേറ്റ് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ മാർക്ക് വാങ്ങാൻ സാധിക്കും. ദെൻ അതുപോലെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് RMS വെലോസിറ്റി. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ആവറേജ് വാല്യൂ കാണുന്നത് ഏതിന്റെ ടേമിലാണ്? RMS വെലോസിറ്റി എന്നുള്ള ടേമിലാണ്. അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾസിന്റെ വ്യത്യസ്ത മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ V1, V2, V3 അങ്ങനെ n ടൈംസ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ RMS വെലോസിറ്റി എങ്ങനെ കാണാം? റൂട്ട് ഓഫ് v1 square plus v2 square up to vn square divided by n. അപ്പോൾ RMS വെലോസിറ്റി ചോദിച്ചാൽ നമ്മൾ ഇക്വേഷൻ എഴുതിയാൽ മാർക്ക് ലഭിക്കും. നമുക്ക് പലപ്പോഴും ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് RMS വെലോസിറ്റി ഓഫ് ഗ്യാസ്. അപ്പൊ ആ ഇക്വേഷൻ എന്തായാലും നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ അതുപോലെ അവസാനം വരുന്ന രണ്ട് ഇക്വേഷൻസ് ഓർത്തു വെക്കുക. രണ്ട് ഡെറിവേഷൻസ് ആണ്. അത് നമുക്ക് ഡെറിവേഷൻ എന്നുള്ള ആ വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതി പഠിക്കാം. അപ്പൊ തൽക്കാലം നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെക്കാം. പ്രഷർ ഓഫ് ഗ്യാസ്, ഗ്യാസിന്റെ പ്രഷർ ആണ് ഇക്വേഷൻ ആണ് 1/3 nm into v square. 1/3 nm into v square. n എന്നാണ് നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ആണ്. m is the mass of gas molecules and v bar എഴുതാം സാധാരണ എന്തിനാണ്? VRMS നാണ്, RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ആയിരുന്നു. എന്താ കൈനറ്റിക് എനർജി ഇക്വേഷൻ? 3/2 kb into t. kb നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് ആണ്, ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് എന്ന് പറയും. whatever t is the temperature of the gas. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് as temperature increases the kinetic energy of the gas increases. അപ്പോൾ പലപ്പോഴും kinetic energy ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ ഇക്വേഷൻ എഴുതാം. നമുക്ക് എന്ത് എഴുതാം? kinetic energy is proportional to എന്ത് എഴുതാം? ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഷോർട്ട് ആൻസർ ഒക്കെ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വരുന്നവർക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം വേവ്സ് എന്ന ചാപ്റ്റർ ആണ്. വേവ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും വളരെ കുറഞ്ഞ ടോപ്പിക്കുകൾ മാത്രമേ ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളൂ. അതിലൊന്ന് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്, മറ്റൊന്ന് സിമ്പിൾ പെൻഡുലം ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ട ആൻസർ എന്താ? പീരിയോഡിക് മോഷൻ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസർ എന്താണ്? മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ എ പെർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈം ഈസ് നോൺ ആസ് പീരിയോഡിക് മോഷൻ. എന്താണ്? മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ എ പെർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈം ഈസ് നോൺ ആസ് പീരിയോഡിക് മോഷൻ. ഓക്കെ, ഒരു പ്രത്യേക ഇടവേളകളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോഷനെ വിളിച്ച പേരായിരുന്നത് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പീരീഡും ഫ്രീക്വൻസിയും അവ തമ്മിലുള്ള ബന്ധവും നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. എന്താ പീരീഡ് എന്ന് പറഞ്ഞാൽ? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ മോഷൻ. ആ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന മോഷനിൽ ഒരു മോഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയത്തെ നമ്മൾ വിളിച്ചത് പീരീഡ്. പീരീഡ് മീൻസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ മോഷൻ. ഓക്കെ, വാട്ട് അബൌട്ട് ഫ്രീക്വൻസി? നമ്പർ ഓഫ് മോഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര തവണ അത് ആവർത്തിക്കപ്പെടുന്നു, അതാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് മോഷൻസ് പെർ സെക്കൻഡ്. ദെൻ ചിലപ്പോൾ നമുക്ക് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ദ റിലേഷൻ കണക്ടിംഗ് പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? എന്താണ്? ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ഗിവ്സ് ഫ്രീക്വൻസി. ടൈം പീരീഡ് കണ്ടിട്ട് അതിന്റെ റെസിപ്രോക്കൽ കണ്ടാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. തിരിച്ച് ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ കണ്ടാൽ നമുക്ക് ടൈം പീരീഡും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ്
പീരിയോഡിക് മോഷനുമായി ബന്ധപ്പെട്ട് വാട്ട് ഇസ് പീരിയോഡിക് മോഷൻ, വാട്ട് ഇസ് പീരീഡ്, ഫ്രീക്വൻസി, വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് പീരീഡ്. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കാം. നോക്കൂ, മറ്റൊരു ആൻസർ ആണിത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മൾ ഷോർട്ട് ആയിട്ട് എന്ത് പറയാറുണ്ട്? SHM എന്ന് പറയാറുണ്ട് അല്ലെ. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഞാനിവിടെ രണ്ട് കണ്ടീഷനാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ കണ്ടീഷൻ ചോദിച്ചാലും എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ചോദിച്ചാലും നമുക്ക് എഴുതാം. എന്താണ്? ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ആ മോഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ആണ്. കോൺസെപ്റ്റിലേക്ക് പോകുന്നില്ല അല്ലെ. ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വരുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും, അതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എത്ര ദൂരത്താണ് നിൽക്കുന്നതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. F is proportional to X എന്ന് എഴുതിയാൽ മതി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ദിസ് ഫോഴ്സ് ഓൾവേസ് ടുവേർഡ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മൾ പറഞ്ഞ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? എപ്പോഴും അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്കായിരിക്കും. അപ്പൊ SHM എന്താന്ന് ചോദിച്ചാൽ ഈ രണ്ട് കണ്ടീഷൻ എഴുതിയിട്ട് എന്ത് എഴുതിയാൽ മോഷൻ ഒബേസ് ദീസ് ടു കണ്ടീഷൻ ഇസ് നോൺ ആസ് SHM എന്ന് എഴുതാം. അല്ലെങ്കിൽ SHM ന്റെ കണ്ടീഷൻ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ മാത്രം എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ രണ്ട് ക്വസ്റ്റൻ ആൻസർ ആയി. വാട്ട് ഈസ് SHM എന്നുള്ളതിന് ആൻസർ ആയി. അതുപോലെ വാട്ട് ആർ ദ ടു കണ്ടീഷൻസ് ഓഫ് SHM എന്നുള്ളതിന്റെ ആൻസർ ആയി. ക്ലിയർ? ദെൻ നമുക്കിനി ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം. എന്താ ഇക്വേഷൻ? X equal to A sin omega t plus 5 ആണ് നമ്മൾ നോർമലി പഠിച്ച ഇക്വേഷൻ. എന്താണ് X എന്ന് പറഞ്ഞാൽ? ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് X. നമ്മൾ നേരത്തെ പറഞ്ഞ X equal to എന്താണ്? A sin omega t plus 5. അപ്പൊ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കുക. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് X equal to A sin omega t. എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിന് പോകാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഇത് എത്ര വരെ മാക്സിമം പോകുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. പലപ്പോഴും ചോദിക്കാറുണ്ട് വാട്ട് ഇസ് മീൻ ബൈ ആംപ്ലിറ്റ്യൂഡ്. എന്താ ആൻസർ ചെയ്യേണ്ടത്? ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഇൻ SHM ഈസ് നോൺ ആസ് ആംപ്ലിറ്റ്യൂഡ്. ഇപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡിയുടെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ വിളിച്ച പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ദെൻ ഇവിടെ വന്ന ഒരു ടേം എന്താണ്? ഒമേഗയാണ്. ഒമേഗ നമുക്കറിയാം ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ആംഗുലാർ ഫ്രീക്വൻസി ഇക്വേഷൻ 2πf ആണ്. F എന്താണെന്ന് നേരത്തെ പഠിച്ച ഫ്രീക്വൻസി ആണ്. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? 2π/t എന്ന് എഴുതാം. കാരണം F ന് പകരം 1/t എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഒമേഗ പരിചയപ്പെട്ടു. ഒമേഗ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി. And it can be written as 2πf or 2π/t. Then phi നമ്മൾ വിളിക്കുന്ന പേര് ഇനീഷ്യൽ ഫേസ് എന്നാണ്. ഒരു ആംഗിൾ ആയിരിക്കും, ആംഗിൾ നമുക്ക് തരും. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ട് ഇക്വേഷൻ നമുക്ക് എന്താ കാണാൻ നോക്കൂ? സൈനിന്റെ കൂടെ വരുന്ന ടേം ആംപ്ലിറ്റ്യൂഡ് ആണ്. സെലക്ട് ചെയ്യാതെ ഇക്വേഷൻ തന്നാൽ 5 എന്നാകുന്നത് 5 ആംപ്ലിറ്റ്യൂഡ് ആണ്. ദെൻ ടിയുടെ കൂടെ വരുന്നത് എന്താണ്? ഒമേഗയുടെ വാല്യൂ ആണ്. ഒമേഗയുടെ വാല്യൂ നമുക്ക് തന്നാൽ അതിൽ നിന്ന് ഫ്രീക്വൻസി കാണാം. എന്ത് ചെയ്താൽ മതി? ഒമേഗയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ഈ 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ല, നമുക്ക് ടൈം പീരീഡ് കാണാൻ പറഞ്ഞാൽ ടൈം പീരീഡ് എങ്ങനെ കാണാം? ടൈം പീരീഡ് ഈക്വൽ ടു ഈ 2π ഒമേഗ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടൈം പീരീഡ് കാണാം. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ വന്നിട്ട് അതിന് എന്തോ കാൽക്കുലേറ്റ് ചെയ്യാൻ വരാം. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം, മറ്റൊന്ന് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം, ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം, ഇനീഷ്യൽ ഫേസ്. ഇനീഷ്യൽ ഫേസ് ആണ് പ്രസന്റ് വരുന്ന വാല്യൂ എന്താണ്? ഇനീഷ്യൽ ഫേസ്. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ അതുമായി റിലേറ്റ് ചെയ്ത് അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഡെറിവേഷൻ ആയിരുന്നു എന്ത്? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം. നമുക്ക് ഡെറിവേഷൻ എന്നുള്ള ആ വീഡിയോയിൽ ചെയ്യാം. എന്തായാലും ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. എന്താണ് ഇക്വേഷൻ? 2π√L/g. ക്ലിയർ? എന്താ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ്. G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ ഗ്രാവിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ടൈം പീരീഡ് ഇൻഫിനിറ്റി ആണ്. ഇപ്പൊ സ്പേസിൽ ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ അർത്ഥം ഒരു പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാൻ ഇൻഫിനിറ്റ് ടൈം എടുക്കുന്ന പറഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യില്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കാം. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ദെൻ മൂണില് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൂണില് എന്ത് കുറവാണ്? ഗ്രാവിറ്റി കുറവാണ്. ഗ്രാവിറ്റി കുറവായാൽ അവിടെ എന്തായിരിക്കും? ടൈം പീരീഡ് കൂടുതലായിരിക്കും. വളരെ സ്ലോ ആയിട്ടാണ് ഓസിലേറ്റ് ചെയ്യുള്ളൂ. ഇത്തരം ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം. L എന്താണ്? ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ്. ആസ് ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ് ടൈം പീരീഡ് ആൾസോ ഇൻക്രീസസ്. വലിയ പെൻഡുലാണെങ്കിൽ ഒരു പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും. ചെറിയ പെൻഡുലാണെങ്കിൽ അത് പെട്ടെന്ന് ഓസിലേറ്റ് ചെയ്യും എന്നർത്ഥം. ഫ്രീക്വൻസി എടുക്കുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. ചെറിയ പെൻഡുലാണെങ്കിൽ ടൈം പീരീഡ് കുറവാണ്, പക്ഷെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. കാരണം റെസിപ്രോക്കൽ ആണല്ലോ. വലിയ പെൻഡുലാണെങ്കിൽ ടൈം പീരീഡ് കൂടുതലായിരിക്കും, പക്ഷെ ഫ്രീക്വൻസി കുറവായിരിക്കും. അപ്പൊ ആ കമ്പാരിസൺ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ദെൻ
അതുപോലെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ്സ് പെൻഡുലം. വാട്ട്സ് മീൻ ബൈ സെക്കൻഡ്സ് പെൻഡുലം എന്ന് ചോദിക്കാം. എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെൻഡുലം ടൈം പീരീഡ് ഈസ് 2 സെക്കൻഡ് ഇസ് നോൺ ആസ് സെക്കൻഡ്സ് പെൻഡുലം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നന്നായിട്ട് ഓർത്തു വെക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ വരികയാണ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ഓർത്തു പോവുക. ദെൻ മാക്സിമം ആൻസറുകൾ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നോക്കൂ, 15ാമത്തെ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഷോർട്ട് ആൻസേഴ്സ്. ചാപ്റ്ററിന്റെ പേര് നമുക്കറിയാം, വേവ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേവ് എന്താണെന്ന് തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കണം. എന്താ വേവ്? ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിതൗട്ട് ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് അങ്ങോട്ട് മൂവ് ചെയ്യാതെ എനർജി മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ അതാണ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ പഠിച്ചു നോക്കുക. ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് എ മീഡിയം ടു അനദർ പാർട്ട് വിതൗട്ട് ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം. വേവിന്റെ ആൻസർ പഠിച്ചു നോക്കാം. വേവിനെ പ്രധാനമായിട്ട് നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. മെക്കാനിക്കൽ വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആൻഡ് മാറ്റർ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മീഡിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വേവിനെ പാസ് ചെയ്യാൻ മീഡിയ ആവശ്യമുണ്ടെങ്കിൽ അത്തരം വേവിനെ നമ്മൾ മെക്കാനിക്കൽ വേവ് എന്ന് പറയും. മെക്കാനിക്കൽ വേവ് എന്താണ്? വേവ് വിച്ച് റിക്വയർസ് മീഡിയം. ക്ലിയർ? അപ്പൊ മെക്കാനിക്കൽ വേവിന് ചില എക്സാമ്പിളുകൾ പഠിച്ചു നോക്കാം. നമുക്കറിയാം സൗണ്ട്, അതുപോലെ എന്താണ് റിപ്പിൾസ് ഓൺ വാട്ടർ. അപ്പൊ അതൊക്കെ എന്താണ്? മെക്കാനിക്കൽ വേവ്. അവിടെയൊക്കെ എന്തുണ്ട്? മീഡിയത്തിന്റെ പ്രസൻസ് ഉണ്ട്. ദെൻ രണ്ടാമത്തെ ടൈപ്പാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അതിന് എന്തിനു ആവശ്യമില്ല? മെറ്റീരിയൽ മീഡിയത്തിന് ആവശ്യമില്ല. വേവ് വിച്ച് ഡസ് നോട്ട് റിക്വയർ മെറ്റീരിയൽ മീഡിയം ഇസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ പഠിച്ചവരാണ്. നമുക്കറിയാം എന്തൊക്കെയാണ്. അപ്പം ലൈറ്റ്, അൾട്രാ വയലറ്റ്, അതുപോലെ ഇൻഫ്രാറെഡ്, ഗാമ റേസ്, എക്സ് റേസ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾ. അതിനൊന്നും പാസ് ചെയ്യാൻ എന്ത് വേണ്ട? മീഡിയത്തിന്റെ ആവശ്യമില്ല. ദെൻ മൂന്നാമത്തെ ടൈപ്പ് മാറ്റർ വേവ് ആണ്. ഒന്നും പഠിക്കാത്തതാണ്. ദ വേവ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ. സിംപിൾ എത്ര പഠിച്ചു വെച്ചാൽ മതി. ദ വേവ് അസോസിയേറ്റഡ് വിത്ത് പാർട്ടിക്കിൾസ് ഇസ് നോൺ ആസ് മാറ്റർ വേവ്. ക്ലിയർ? അപ്പൊ മീഡിയത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിന്റെ എക്സാമ്പിൾ ഇത്തരം കാര്യങ്ങൾ അതുമായി റിലേറ്റ് നമ്മൾ പഠിച്ചു വെക്കുക. ദെൻ മോഡ് ഓഫ് ട്രാൻസ്ഫറിനനുസരിച്ച് വേവുകൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവും. നമുക്കറിയാം. നോക്കൂ, ഈ പിക്ചർ വരച്ചാൽ മതി. അത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണോ വേവ് പോകുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ട്രാൻസ്വേഴ്സ് വേവ്. പിക്ചർ വരയ്ക്കുക. ഇൻ ദിസ് വേവ് the particles vibrates perpendicular to the direction of propagation of the wave. അല്ലെങ്കിൽ പിക്ചർ വരയ്ക്കുക. The longitudinal wave പ്രത്യേകത എന്താണ്? എങ്ങോട്ടാണോ വേവ് പോകുന്നത് ആ ദിശയിൽ തന്നെയാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം പ്രഷർ കൂടിയ റീജിയൻ, പ്രഷർ കുറഞ്ഞ റീജിയൻ, വീണ്ടും പ്രഷർ കൂടി, പ്രഷർ കുറഞ്ഞ്, ഈ രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അപ്പൊ പിക്ചറൈസ് ചെയ്യാം. അപ്പം പ്രഷർ കൂടിയ റീജിയനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കംപ്രഷൻ എന്നും. പ്രഷർ കുറഞ്ഞ റീജിയനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റെയറിഫാക്ഷൻ എന്നും വിളിക്കുന്നു. അപ്പൊ ഈ രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. അപ്പം പിക്ചറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് 2 തരത്തിലുള്ള വേവുകൾ വീണ്ടും നമുക്ക് എഴുതാൻ സാധിക്കും. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ ഉണ്ട്. എന്താണ്? വേവ് ലെങ്ത് എന്നുള്ള കോൺസെപ്റ്റ് ആണ് അല്ലെ. ഇപ്പൊ ഈ പിക്ചർ വരച്ച് ഇങ്ങനെ കാണിച്ചാലും മതി. ഈ ഉയർന്ന ഭാഗത്തെ ക്രസ്റ്റ് എന്നും താഴ്ന്ന ഭാഗത്തെ ട്രഫ് എന്നും നമ്മൾ വിളിച്ചിരുന്നത്. 2 ക്രസ്റ്റുകൾക്കിടയിലുള്ള ഈ ദൂരത്തെ നമ്മൾ വിളിച്ച പേരാണ് ഒരു വേവിന്റെ ലെങ്ത്. ദാറ്റ്സ് വേവ് ലെങ്ത്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ പിക്ചർ ഇങ്ങനെ വരച്ച് കാണിച്ചാലും മതി. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് ക്രസ്റ്റ് അല്ലെ, 2 അടുത്തടുത്ത് വരുന്ന ക്രസ്റ്റുകൾക്കിടയിലുള്ള ദൂരത്തെ വിളിച്ച പേരാണ് വേവ് ലെങ്ത്. ചോദിക്കാറുണ്ട്. ലാംഡ എന്ന ലെറ്റർ വെച്ചാണ് നമ്മൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാറ്. 2 types of waves again, transverse wave and longitudinal wave. ക്ലിയർ? നമ്മള് ഫോക്കസ് ഏരിയയിൽ പഠിച്ച മറ്റൊരു ടോപ്പിക് ആയിരുന്നു ട്രാവലിംഗ് വേവ്. എന്താ ട്രാവലിംഗ് വേവ്? എ വേവ് അഡ്വാൻസസ് along a particular direction is known as traveling wave. വേവ് ട്രാവൽസ് along a particular direction. ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വേവിനെ നമ്മൾ വിളിച്ച പേരാണ് ട്രാവലിംഗ് വേവ്. ഈ ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആണ് പലപ്പോഴും ചോദിക്കാറ്. എന്താ ഇക്വേഷൻ നോക്കൂ? y = a sin kx minus omega t plus phi. ഇക്വേഷൻ പഠിച്ചു വെച്ചോളാം. ഇതാണ് നമ്മൾ ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാം, ഒമേഗ ഫൈ, ഇതൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടാണ്. ഇവിടെ പുതിയൊരു ക്വാണ്ടിറ്റി വരുന്നത് കെ. കെ വിളിച്ച പേരാണിത് വേവ് നമ്പർ. ക്ലിയർ? ഓക്കെ, എന്താണെന്ന് വെച്ചാൽ വേവ് നമ്പർ ആണ്. വേവ് നമ്പർ എന്തിന് ഈക്വൽ ആണ്? s2π/λ. ലാംഡ എന്താണെന്ന് പറഞ്ഞു? വേവ് ലെങ്ത് ആണ്. ക്ലിയർ? ദെൻ നമുക്കറിയാം ഈ ഇക്വേഷൻ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? v = വേവിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ω/k ചെയ്താൽ മതി അല്ലെ. ω/k ചെയ്താൽ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിന് കൂടെ ഓർത്ത് വെക്കാം. ട്രാവലിംഗ് വേവിന്റെ ആ ഇക്വേഷനും അതിൽ നിന്ന് വേവ് നമ്പർ കാണുന്ന ഇക്വേഷനും അതുപോലെ എന്താണ്
വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ഫോമാറ്റിൽ ഒരു ഇക്വേഷൻ തരും, ആംപ്ലിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ നമുക്കറിയാം സൈനിന് മുമ്പിൽ വരുന്ന ടേം ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇവിടെ എന്താണ് വന്നത്? ആംപ്ലിറ്റ്യൂഡ് എഴുതാം. ദെൻ എക്സിന് കൂടെ വരുന്നത് എന്താണ്? നോക്കൂ, കെ ആണ് അല്ലെ. അപ്പൊ എക്സിന്റെ കൂടെ വരുന്നതിന് നമുക്ക് കെ ആയിട്ട് സെലക്ട് ചെയ്യാം. ദെൻ ടിയുടെ കൂടെ വരുന്നത് എന്താണ്? ഒമേഗയാണ്. അപ്പൊ അവിടെ ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ നമുക്ക് ലാസ്റ്റ് വരുന്ന ടേം എന്തായിരിക്കും? ഇനീഷ്യൽ ഫേസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഒമേഗ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ടൈം പീരീഡും ഫ്രീക്വൻസിയും കാണാൻ പറ്റും അല്ലെ. ചിലപ്പോൾ അതും ചോദിച്ചേക്കാം. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ? നേരത്തെ നമ്മൾ പഠിച്ച ഒമേഗ ഈക്വൽ ടു 2π/t അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു 2πf. ഒമേഗ കിട്ടിയാൽ നമുക്ക് ടൈം പീരീഡും ഫ്രീക്വൻസിയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെ നമുക്ക് വരാം. അല്ലെങ്കിൽ വേവിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നോക്കൂ, ഈ ഒമേഗ/k ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അപ്പൊ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രത്യേകം മനസ്സിലാക്കിയത് പഠിക്കണം. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് വെലോസിറ്റി ഓഫ് വേവ്സ് ആണ് അല്ലെ. ചില വേവുകളുടെ വെലോസിറ്റി കാണാനുള്ള സ്പെഷ്യൽ ഇക്വേഷൻസ് ആണ്. ഇതിലൊന്നാണ് വെലോസിറ്റി ഓഫ് വേവ് ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിംഗ്. ഒരു വലിച്ചു വെച്ച കമ്പിയിലുള്ള വേവിന്റെ ഇക്വേഷൻ എന്താണ്? അപ്പൊ v ഈക്വൽ ടു എന്താണ്? √T/m ആണ് അല്ലെ. ഇക്വേഷൻ പഠിച്ചു വെക്കുക. √T/m. T എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന വലിവാണ്, ഫോഴ്സ് ആണ് അല്ലെ. നമ്മൾ ടെൻഷൻ എന്നാ പറയാ. ഫോഴ്സ് ഓൺ ദ സ്ട്രിംഗ് അല്ലെങ്കിൽ ടെൻഷൻ ഓൺ ദ സ്ട്രിംഗ് ആണ് T. m എന്താണ്? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ. ആ സ്ട്രിംഗിന്റെ ടോട്ടൽ മാസ് അല്ല, 1 മീറ്ററുള്ള മാസ് ആണ് സ്മോൾ m എന്ന് മനസ്സിലാക്കുക. അത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് നമ്മൾ പറയാം. നോക്കൂ, മറ്റൊന്ന് സൗണ്ടിന്റെ വെലോസിറ്റി ആണ്. സൗണ്ടിന്റെ വെലോസിറ്റി നമ്മള് സോളിഡിലാണെങ്കിൽ എന്തായിരിക്കും? v ഈക്വൽ ടു √y/ρ ആയിരിക്കും. റോ ഡെൻസിറ്റി നമ്മൾക്ക് അറിയാം. y എന്താണ്? യങ്സ് മോഡുലസ്. ദെൻ ലിക്വിഡിലാണെങ്കിൽ എന്താണ്? b/ρ ആണ്. b എന്താണ്? ബൾക്ക് മോഡുലസ് ഓഫ് ദ ലിക്വിഡ്. ഗ്യാസ് ആണെങ്കിൽ എത്രയാണ്? √p/ρ ആണ്. p എന്താണ്? പ്രഷർ ഓഫ് ദ ഗ്യാസ്. ക്ലിയർ? അപ്പൊ 3 മീഡിയത്തിൽ സൗണ്ടിന്റെ വെലോസിറ്റി ഇക്വേഷൻ പഠിച്ചു വെക്കാം. ലാസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ന്യൂട്ടൺസ് ഇക്വേഷൻ എന്ന് വിളിക്കാറുണ്ട്. ദെൻ അതിനെ ലാപ്ലേസ് ഒന്നുകൂടി മോഡിഫൈ ചെയ്യും. ഇപ്പൊ ഗ്യാസിലെ വേവിന്റെ വെലോസിറ്റിയുടെ ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത ഫോം ആണ് v ഈക്വൽ ടു √G/p/ρ. നമുക്ക് ഈ ഗാമയുടെ വാല്യൂ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗാമ ഈക്വൽ ടു എന്താണ്? Cp/Cv. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റികളുടെ റേഷ്യോ ആണ്. ഓക്കെ, ഇവിടേക്ക് നമുക്ക് ഇക്വേഷൻ പഠിക്കാം. v ഈക്വൽ ടു √Γp/ρ ആൻഡ് ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ. പലപ്പോഴും ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ ഏതാ ചോദിക്കാം, ന്യൂട്ടൺ ഇക്വേഷൻ ചോദിക്കാം, സ്പെഷ്യൽ കേസുകൾ ചോദിക്കാം. അപ്പൊ ഇക്വേഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വെലോസിറ്റി ഓഫ് വേവ്. വേവിന്റെ വെലോസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ടെമ്പറേച്ചർ ആണ്. ഒന്നാമത് ടെമ്പറേച്ചർ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് the velocity of wave increases. അത് പഠിച്ചു വെക്കാം. രണ്ടാമത്തത് വിൻഡ് ആണ്. ഏത് ദിശയിലാണോ വിൻഡ് ആ ദിശയിലേക്ക് വേവ് പോകുമ്പോൾ അതിന്റെ വെലോസിറ്റി കൂടും, ഓപ്പോസിറ്റ് ആണെങ്കിൽ കുറയും. അപ്പൊ വെലോസിറ്റി അഫക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് വിൻഡ്. മറ്റൊന്ന് ഹ്യൂമിഡിറ്റി ആണ്. മീഡിയത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എയറിൽ ഉണ്ടാവുന്ന ഹ്യൂമിഡിറ്റിക്ക് അനുസരിച്ച് വെലോസിറ്റി ഓഫ് സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ നോക്കൂ, ഡ്രൈ എയറിനാണ് ഡെൻസിറ്റി കൂടുതൽ, മനസ്സിലാക്കി വെക്കുക. ഹ്യൂമിഡ് എയറിന് എന്ത് കുറവാണ്? ഡെൻസിറ്റി കുറവാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഡെൻസിറ്റിയും വെലോസിറ്റിയും തമ്മിൽ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ ഡെൻസിറ്റി കുറഞ്ഞാൽ അവിടെ വെലോസിറ്റി കൂടുന്ന അർത്ഥം. ഇവിടെ എവിടെയാണ് ഡെൻസിറ്റി കുറവ്? ഹ്യൂമിഡ് മീഡിയത്തിനാണ് ഡെൻസിറ്റി കുറവ്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമിഡ് മീഡിയത്തിൽ എന്തായിരിക്കും? വെലോസിറ്റി കൂടുതലായിരിക്കും. അതും കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ അവിടെ വേവിന് വെലോസിറ്റി കൂടുതലായിരിക്കും എന്നും കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വേവ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ഷോർട്ട് ആൻസേഴ്സ്. അപ്പൊ നമ്മള് രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 7 ചാപ്റ്ററുകളുടെ ഷോർട്ട് ആൻസറും അതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള 8 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. എല്ലാ ചാപ്റ്ററിൽ നിന്നും വരുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും അതുപോലെ ചില എക്സ്പ്ലനേറ്ററി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കിനി മൂന്നാമത്തെ ഒരു വീഡിയോ കൂടിയുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഈ എക്സാമിന് വരാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് പഠിക്കേണ്ടതുണ്ട്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. നമുക്ക് ഒരു A+ ലെവലിലേക്കുള്ള മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ നമ്മൾ ഈ 3 വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മതി. പക്ഷെ അതിലൊന്നും വിടരുത്. നമ്മൾ എക്സ്ട്രാ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഫർ ചെയ്യണം. ഈ മിനിമം പഠിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, നന്നായി പഠിക്കുക, ദെൻ മാക്സിമം മാർക്ക് വാങ്ങുക, ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ദെൻ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.